ഹരി ഓം. ഹരി ഓം. ഹരി ഓം. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്തേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായാദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃദാം യദാ വിനിമയോ യത്ര ത്രിസർഗോ അമൃഷാ ദാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതപോത്ര പരമോ നിർമത്സരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തുശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുദ്ധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തക്ഷണാത്. നിഗമകൽപതരോർഗളിതം ബലം സുഖമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിതിർഷതാം തമോന്തം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയ ഇമാ പുരോ വിഭുഃ നിർമ്മായ ശേതേ യദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലങ്കൃഷീഷ്ട ഭഗവാൻ വചാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിതശങ്കചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം
രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം, സുസ്വാഗതം. ഭാഗവത ജ്ഞാനഗംഗ നമ്മൾ ദശമസ്കന്ധത്തിലെ 68-ാം അധ്യായമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ബലരാമസ്വാമിയുടെ ഹസ്തിനപുര വിജയം എന്ന കഥയാണ്. ഭഗവാന്റെ പുത്രനായ സാമ്പൻ ദുര്യോധന പുത്രിയായ ലക്ഷ്മണയെ സ്വയംവരത്തിൽ ഏകനായി ചെന്ന് അപഹരിച്ചപ്പോൾ കൗരവന്മാരെല്ലാവരും കൂടി സാമ്പനെ ബന്ധിച്ചു. നാരദൻ വന്ന് ദ്വാരകയിൽ വിവരമറിയിച്ചതിനെ തുടർന്ന് ഭഗവാനും യാദവ സൈന്യവുമായി കോപിച്ച് ഹസ്തിനപുരം ആക്രമിക്കാനായിട്ട് പുറപ്പെട്ടതായിട്ടുള്ള സമയത്ത് ബലരാമസ്വാമി അവരെ തടഞ്ഞ്, നമ്മൾ ബന്ധുക്കൾ തമ്മിൽ യുദ്ധം ചെയ്യുന്നത് ശരിയല്ല, ഞാൻ ചെന്ന് പരിഹാരമുണ്ടാക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് അവിടുത്തെ കുറച്ച് വൃദ്ധന്മാരുമായി ഉദ്ധവനും ഒക്കെ ആയിട്ട് ബലരാമസ്വാമി ഹസ്തിനപുരത്തിൽ വന്നതും അതിനെ തുടർന്നുണ്ടാകുന്ന സംഭവങ്ങളുമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ആദ്യം വായിക്കാം. 29-ാം ശ്ലോകം മുതൽക്ക് വായിക്കാം. മുഴുവൻ വായിക്കുന്നില്ല. 29-ാം ശ്ലോകം മുതൽക്ക് ശ്രീ ശുക ഉവാച എന്നുള്ളിടത്തുനിന്ന് ആരംഭിക്കണം. ഓം നമോ ഭഗവതേ വാസുദേവായ. അത ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ ഉത്തരാർദ്ധേ അഷ്ടഷഷ്ടിതമോऽധ്യായഃ. ശ്രീശുക ഉവാച. ജന്മബന്ധുശ്രിയോന്നദ്ദമദാസ്തേ പരദർശഭ ആശ്രാവ്യ രാമം ദുർവാച്യം അസഭ്യാഃ പുരമാവിശൻ. ദൃഷ്ട്വാ കുരൂണാം ദൗശീല്യം ശ്രുത്വാ വാച്യാനി ചാച്യുതഃ അവോചത്കോപസംരബ്ധോ ദുഷ്പ്രേക്ഷ്യഃ പ്രഹസന്മുഹുഃ. നൂനം നാനാമതോന്നദ്ദാഃ ശാന്തിം നേച്ഛന്ത്യസാധവഃ തേഷാം ഹി പ്രശമോ ദണ്ഡഃ പശൂനാം ലകുളോ യഥാ. അഹോ യദൂൻ സുസംരബ്ധാൻ കൃഷ്ണം ച കുപിതാശനൈഃ സാന്ത്വയിത്വാഹമേതേഷാം ശമമിച്ഛൻ ഇഹാഗതഃ. തൈമേ മന്ദമദയഃ കലഹാഭിരതാ കലാഃ തം മാമവജ്ഞായ മുഹുഃ ദുർഭാഷാന്മാനിനോ ബ്രുവൻ. നോഗ്രസേന കില വിഭുഃ ഭോജവൃഷ്ണ്യന്തകേശ്വരഃ ശക്രാദയോ ലോകപാലാ യസ്യാദേശാനുവർത്തിനഃ. സുധർമാക്രമ്യതേയേന പാരിജാതോമരംഗ്രിഭഃ ആനീയ ഭുജ്യത്തെ സോസൗ ന കിലാധ്യാസനാർഹണഃ. യസ്യ പാദയുഗം സാക്ഷാത് ശ്രീരൂപാസ്തേ അഖിലേശ്വരി സ നാർഹതി കില ശ്രീശോ നരദേവ പരിച്ഛദാൻ. യസ്യാംഗ്രിപങ്കജരജോ കില ലോകപാലൈഃ മൗല്യുത്തമൈർധൃതമുപാസിതതീർത്ഥതീർത്ഥം. ബ്രഹ്മാ ഭവോഹമപി യസ്യ കലാകലായാഃ ശ്രീശ്ചോദ്വഹേമ ചിരം അസ്യ നൃപാസനം ക്വ. ഭുഞ്ജത്തെ കുരുഭിർദത്തം ഭൂഖണ്ഡം വൃഷ്ണയ കില ഉപാനഃ കില വയം സ്വയം തു കുരവഃ ശിരഃ.
അഹോ ഐശ്വര്യമത്താനാം മത്താനാമിവ മാനിനാം അസംബദ്ധാ ഗിരോ രൂക്ഷാഃ കസ്സഹേതാനുശാസിതാം അദ്യ നിഷ്കൗരവീം പൃഥ്വീം കരിഷ്യാമീത്യമർഷിതഃ ഗൃഹീത്വാ ഹലമുക്തസ്ഥൗ ദഹന്നിവ ജഗത്രയം ലാംഗലാഗ്രേണ നഗരം ഉദ്വിദാര്യ ഗജാഹ്വയം വിചകർഷസ ഗംഗായാം പ്രഹരിഷ്യൻ അമർഷിതഃ ജലയാനമിവാഘൂർണം ഗംഗായാം നഗരം പതത ആകൃഷ്യമാണമാലോക്യ കൗരവാ ജാതസംഭ്രമാഃ തമേവ ശരണം ജഗ്മുഹു സകുടുംബാ ജിജീവിഷവഃ സ ലക്ഷ്മണം പുരസ്കൃത്യ സാംബം പ്രാഞ്ജലയ പ്രഭും. രാമ രാമാഖിലാധാര പ്രഭാവം ന വിദാമതേ മൂഢാനാം ന കുബുദ്ധീനാം ക്ഷന്തുമർഹസ്യതിക്രമം സ്ഥിത്യുൽപത്യപ്യയാനാം ത്വം ഏകോ ഹേതുർനിരാശ്രയഃ ലോകാൻ ക്രീഡനകാനീശ ക്രീഡതസ്തേ വദന്തിഃ ത്വമേവ മൂർധ്നീതമനന്തലീലയാ ഭൂമണ്ഡലം ബിഭർഷി സഹസ്രമൂർധൻ അന്തേ ച യസ്വാത്മനിരുദ്ധ വിശ്വഃ ശേഷേ അദ്വിതീയ പരിശിഷ്യമാണഃ കോപസ്തേ കില ശിക്ഷാർത്ഥം ന ദ്വേഷാന്ന ച മത്സരാത് ബിഭ്രതോ ഭഗവൻ സത്വം സ്ഥിതിപാലന തത്പരഃ നമസ്തേ സർവഭൂതാത്മൻ സർവശക്തിധരാവ്യയ വിശ്വകർമ്മൻ നമസ്തേസ്തു ത്വാം വയം ശരണം ഗതാഃ. ശ്രീശുക ഉവാച ഏവം പ്രപന്നൈഃ സംവിഘ്നൈഃ വേപമാനായനൈർബലഃ പ്രസാദിതഃ സുപ്രസന്നോ മാ ഭൈഷ്ഠേത്യഭയം ദദൗ. ദുര്യോധനഃ പാരിബർഹം കുഞ്ചരാൻ ഷഷ്ടിഹായനാൻ ദദൗ ച ദ്വാദശശതാനി അയുതാനി തുരങ്കമാൻ. രഥാനാം ഷട്സഹസ്രാണി രൗക്മാണാം സൂര്യവർച്ചസാം ദാസീനാം നിഷ്കകണ്ഠീനാം സഹസ്രം ദുഹിതൃവത്സലഃ. പ്രതിഗൃഹ്യതു തത്സർവം ഭഗവാൻ സാത്വദർശഭഃ സസുതഃ സസ്നുഷഃ പ്രാഗാദ് സുഹൃദ്ഭിഃ അഭിനന്ദിതഃ. തതഃ പ്രവിഷ്ടഃ സ്വപുരം ഹലായുധഃ സമേത്യ ബന്ധൂൻ അനുരക്തചേതസഃ ശശംസ സർവം യദുപുംഗവാനാം മധ്യേ സഭായാം കുരുഷു സ്വചേഷ്ടിതം. അദ്യാപി ച പുരം ഹേതത് സൂചയത് രാമവിക്രമം സമുന്നതം ദക്ഷിണതോ ഗംഗായാം അനുദൃശ്യത്തെ. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ ഹാസ്തിനപുരകർഷണരൂപ സംഘർഷണ വിജയോ നാമ അഷ്ടഷഷ്ടിതമോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് 1002 എപ്പിസോഡിലേക്ക് ഏവർക്കും സുസ്വാഗതം, സുസ്വാഗതം. നമ്മുടെ ഭാഗവതം 1000 എപ്പിസോഡുകൾ പിന്നിട്ട് ഇന്ന് 2ാം എപ്പിസോഡിലേക്ക് കടന്നു. 1002 എപ്പിസോഡ്. വളരെ സന്തോഷം. നമ്മൾ ഇത്രയും ദൂരം പിന്നിട്ടതൊന്നും അറിഞ്ഞതേയില്ല. വളരെ ആനന്ദമായിട്ടുള്ളൊരു യാത്രയായിരുന്നു അല്ലേ? ഗംഗാപ്രവാഹം.
അപ്പോൾ എല്ലാവർക്കും അതിൻ്റെ അഭിനന്ദനങ്ങൾ. ആദ്യം തൊട്ട് തന്നെ കൂടെയുള്ളവരാണിതിൽ നല്ലൊരു ശതമാനം ആളുകളും പിന്നീട് വന്നു ചേർന്നവർ പലരുമുണ്ട്. അവർക്കൊക്കെ മുൻ ഭാഗങ്ങളൊക്കെ കാണാനും അറിയാനുള്ള സാഹചര്യം നമ്മൾ യൂട്യൂബിലുമുണ്ട്. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഇപ്പം നമ്മൾ ദശമസ്കന്ധത്തിലെ 68-ാം അധ്യായം ബലദേവ ഹസ്തിനപുര വിജയം പറയണം. അപ്പോൾ ബലരാമസ്വാമി ഉദ്ധവനോടുകൂടി വന്ന് ഉദ്ധവനെ ദൂതനായി അയച്ചെന്നും ഉദ്ധവൻ അകത്ത് ചെന്ന് കൗരവസഭയിൽ ബലരാമസ്വാമിയുടെ ആഗമനത്തെക്കുറിച്ച് അറിയിച്ചതും അവർ സ്വീകരിച്ചതും ബലരാമസ്വാമി താൻ വന്ന കാര്യം പറഞ്ഞു. ഉഗ്രസേന രാജാവിൻ്റെ ആജ്ഞയുമായിട്ടാണ് താൻ വന്നതെന്നും ധാർമ്മികനായ സാമ്പനെ നിങ്ങൾ അധാർമികമായ രീതിയിൽ ബന്ധിച്ചിരിക്കുകയാണ്, അവനെ തുറന്നു വിടുക, അവനോട് ചെയ്ത അധർമ്മത്തെ ഞങ്ങൾ ക്ഷമിച്ചുകൊള്ളാം, ബന്ധു എന്നുള്ള നിലയ്ക്ക്, ബന്ധുക്കളാണ് എന്നുള്ളതായിട്ട് നിലയ്ക്ക് എന്നെല്ലാം പറഞ്ഞപ്പോൾ ദുര്യോധനാദികൾ പരിഹസിച്ചതായിട്ടുള്ള വാക്യങ്ങളും നമ്മൾക്ക് ഓർമ്മയുണ്ട്. ചെരുപ്പ് കയറി തലയിലിരിക്കണു എന്ന മട്ടിലുള്ള ഉഗ്രസേന രാജാവിനെയും യാദവന്മാരെയും മൊത്തത്തിലും പരിഹസിക്കുന്നതായിട്ടുള്ള വചനങ്ങൾ ഒഴിഞ്ഞു. ഇത് കേട്ട് കോപിച്ച ബലരാമസ്വാമി പറഞ്ഞ വാക്യങ്ങളാണ് നമ്മൾ ഇന്ന് ആദ്യം വായിച്ച ഭാഗം. അഹങ്കാരികൾ, പലതരത്തിലുള്ള മതം കൊണ്ട് ഉന്നതരായിരിക്കുന്നവർ, ഇവരോട് സമാധാനം പറഞ്ഞിട്ട് കാര്യമില്ല. ഇവർക്ക് പശുക്കൾക്ക് വടി എന്ന പോലെ തേഷാം ഹി പ്രശമോ ദണ്ഡ, ഇവരുടെ നേരെ ദണ്ഡം തന്നെയാണ് ഇവരെ ശമിപ്പിക്കാനുള്ള ഒരേ ഒരു വഴി. ഇവരെ അടക്കണമെങ്കിൽ ദണ്ഡം പ്രയോഗിച്ചേ പറ്റൂ. കോപിച്ച യാദവന്മാരെയൊക്കെ സാന്ത്വനിപ്പിച്ച് ഇവരോട് ശാന്തി പറയാൻ, സമാധാനം പറയാൻ ഞാൻ വന്നൂലോ, എന്നെ വേണം പറയാൻ അല്ലേ, എന്നെ ഇവർക്കും അറിയുന്നില്ലല്ലോ. മന്ദമതികളും കലഹാഭിരതന്മാരുമായിട്ടുള്ള ദുഷ്ടന്മാർ, ഉഗ്രസേനൻ രാജാവല്ലാത്രേ, ദേവന്മാർ ലോകപാലന്മാരായ ഇന്ദ്രാദികളൊക്കെ ഏതൊരു ഉഗ്രസേന രാജാവിൻ്റെ ആജ്ഞാനുവർത്തികളെ പോലെ പ്രവർത്തിക്കുന്നുവോ, ദേവലോക സഭയായ സുധർമ്മ ഏതൊരു ഉഗ്രസേന രാജാവിനാൽ ആക്രമിക്കപ്പെടുന്നുവോ അഥവാ ചവിട്ടി മെതിക്കപ്പെടുന്നുവോ, പാരിജാതം എന്ന ആ ദേവവൃക്ഷം ഏതൊരു ദ്വാരകയിലാണോ ഉള്ളത്, അങ്ങനെയുള്ള ഉഗ്രസേന രാജാവ് സിംഹാസനം അർഹിക്കുന്നില്ല അത്രേ. ഏതൊരു ഭഗവാന്റെ പാദങ്ങളെ സാക്ഷാൽ ലക്ഷ്മീദേവി എപ്പോഴും സേവിച്ചു കൊണ്ടിരിക്കുന്നുവോ, ആ ശ്രീപതിയായ ഭഗവാൻ രാജാവിൻ്റെ ചിഹ്നങ്ങളൊന്നും അർഹിക്കുന്നില്ല അത്രേ. ഏതൊരു ശ്രീകൃഷ്ണ ഭഗവാന്റെ പാദരേണുക്കളെ, പാദകമല രേണുക്കളെ അഖില ലോകപാലന്മാർ അവരുടെ കിരീടത്തോടുകൂടിയ മൗലിയിൽ സേവിക്കുന്നുവോ, തീർത്ഥങ്ങൾക്കെല്ലാം തീർത്ഥമായിരിക്കുന്ന ആ ഭഗവാന്റെ പാദ രേണുക്കൾ ബ്രഹ്മാവും മഹാദേവനും എല്ലാം അനന്തനായ ഞാനും ഏതൊരു ഭഗവാന്റെ അംശാംശങ്ങളാണോ, അതുപോലെ ലക്ഷ്മീദേവിയും ഏതൊരു ഭഗവാന്റെ പാദരേണുക്കളെ ഭജിക്കുന്നുവോ, അങ്ങനെയുള്ള ആ കൃഷ്ണന് നൃപാസനം എന്ത് നിസ്സാരമായിട്ടുള്ള കാര്യമാണ്. ആ കൃഷ്ണനെയാണ് അവർ പരിഹസിക്കുന്നത്. എന്നിട്ട് പറയുകയാണ്, കുരുക്കൻ കൗരവന്മാർ തന്ന ഭൂഖണ്ഡമാണത്രേ യാദവന്മാർ അനുഭവിക്കുന്നത്, ഞങ്ങൾ ചെരുപ്പാണത്രേ, കൗരവന്മാരാണത്രേ ശിരസ്ഥാനീയർ. കള്ളുകുടിച്ച് മത്തന്മാരെ പോലെയുള്ള ഈ ഐശ്വര്യമത്തന്മാരായിട്ടുള്ള പരസ്പര വിരുദ്ധങ്ങളായിട്ടുള്ള രൂക്ഷങ്ങളായിട്ടുള്ള ഈ വാക്കുകളെ ശക്തിയുള്ള ഒരാൾ സഹിക്കുമോ? അനുശാസനം ചെയ്യാൻ അർഹനായിരിക്കുന്ന ഒരാൾ എങ്ങനെ സഹിക്കാനാണ്? അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഈ ഭൂമിയെ തന്നെ കൗരവന്മാരില്ലാത്തതാക്കി ചെയ്യാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട്
തൻ്റെ കയ്യിലെ കലപ്പയും എടുത്തുകൊണ്ട് എഴുന്നേറ്റു 3 ലോകങ്ങളെയും ദഹിപ്പിക്കാനെന്ന മട്ടിൽ ആ കലപ്പയുടെ അഗ്രം കൊണ്ട് ഹസ്തിനപുര നഗരത്തെ പുഴക്കിയെടുത്ത് ഗംഗയിലേക്ക് വലിച്ചഴച്ചു. ഒരു ആടി ഉലയുന്ന തോണി എന്ന പോലെ ആ നഗരം ഗംഗയിലേക്ക് പതിക്കുകയാണ്. അങ്ങനെ പതിക്കുന്നത് കണ്ട കൗരവന്മാർ ജാതസംഭ്രമരായി, ഭയപ്പെട്ടവരായി, കുടുംബങ്ങളോടുകൂടി ജീവിക്കാൻ ആഗ്രഹത്തോടുകൂടിയവരായിട്ട് തമേവ ശരണം ജഗ്മുഹു. എങ്ങനെ? സലക്ഷ്മണം സാമ്പം പുരസ്കൃത്യ, ലക്ഷ്മണയോടുകൂടിയ സാമ്പനെ മുന്നിൽ നിർത്തിയിട്ട്. അപ്പോൾ സാമ്പനെ മാത്രമല്ല മുന്നിൽ നിർത്തിയത്, സാമ്പന്റെ കൂടെ ആ സാമ്പൻ സ്വയംവരത്തിൽ വരിച്ച ലക്ഷ്മണയെ കൂടെ കൊണ്ടുവന്നിട്ട്. ഇവിടെ സാമ്പന്റെ വിശേഷണമാണ് സലക്ഷ്മണം സാമ്പം. പുല്ലിംഗ ദ്വിതീയാണ്. സാമ്പ സലക്ഷ്മണ സാമ്പ. ലക്ഷ്മണ സമേത സലക്ഷ്മണ. ലക്ഷ്മണയോടുകൂടിയവൻ സലക്ഷ്മണ. ആരാണ്? സാമ്പനാണ്, പുല്ലിംഗ ശബ്ദമാണ്. അതുകൊണ്ട് സലക്ഷ്മണ എന്ന് വന്നു. തം സലക്ഷ്മണം സാമ്പം. ആ ലക്ഷ്മണയോടുകൂടിയ സാമ്പനെ മുന്നിൽ നിർത്തിയിട്ട് പ്രാഞ്ജലയ, അഞ്ജലി കുപ്പിക്കൊണ്ട് തൊഴുകൈകളുമായിക്കൊണ്ട് ആ പ്രഭുവായ ബലരാമസ്വാമിയെ തന്നെ ശരണം ജഗ്മുഹു, ശരണം പ്രാപിച്ചു. വേറെ വഴിയില്ല. അപ്പോൾ പരാജയം സമ്മതിച്ചുകൊണ്ട്, അടിയറവ് പറഞ്ഞുകൊണ്ട്, ഭീരുക്കളായിക്കൊണ്ട് ഏതൊരു സാമ്പനെ കാരാഗ്രഹത്തിൽ അടച്ചു. ആ സാമ്പനെ മാത്രമല്ല, സാമ്പൻ തട്ടിക്കൊണ്ടുപോയ ദുര്യോധന പുത്രിയെയും മുന്നിൽ നിർത്തിക്കൊണ്ട്, ഞങ്ങൾ തരാൻ തയ്യാറാണേ, ഞങ്ങളെ ഒന്ന് ജീവനോടെ വിട്ടാ മതി, അങ്ങേക്ക് വേണ്ടതെല്ലാം ദാ എന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷ്മണയോടുകൂടിയ സാമ്പനെ മുന്നിൽ പ്രദർശിപ്പിച്ചുകൊണ്ടാണ് അവർ വന്നത്. എത്ര ഭയപ്പെട്ട് കാണും, എത്ര അടിയറവ് ഭാവമാണ് അവർക്കുള്ളത് എന്ന് ചിന്തിക്കുക. കാരണം ആ ഹസ്തിനപുരത്തെ മൊത്തത്തിൽ ഉന്മൂലനം ചെയ്യാനുള്ള പുറപ്പാടായിരുന്നു സംഹാര രുദ്രനായ ഭഗവാൻ ബലരാമസ്വാമി. അപ്പോൾ ആ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു ശക്തിയും പ്രഭാവവും ഈ ഭീഷ്മ, ദ്രോണ, കർണ, ശകുനി, ദുര്യോധന, ദുശാസനാദികളൊക്കെ തന്നെ കിടുകിടാന്ന് വിറയ്ക്കണമെങ്കിൽ ഭഗവാന്റെ വിശ്വരൂപം കണ്ടിട്ട് ഇത്ര വിറച്ചോ എന്നറിയില്ല. വിറച്ചു, മോഹാത്സ്യപ്പെട്ടു ദുര്യോധനൻ എന്നറിയാം നമുക്ക്. അപ്പം അതേപോലെയുള്ള ഒരു വിശ്വരൂപ പ്രദർശനം തന്നെയായിരുന്നു ബലരാമസ്വാമി ഇവിടെ കാണിച്ചത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ശക്തി പ്രകടനം ഹസ്തിനപുരത്തെ ഒരു ഭൂകമ്പം കൊണ്ട് എന്ന പോലെ ഇളക്കി മറിച്ചുകൊണ്ട് ഗംഗയിലേക്ക് മറിച്ചിടുകയാണ്. അപ്പോൾ അടിയറവാണ് ശരിക്ക് കൗരവന്മാർ ചെയ്യുന്നത്. അവരുടെ പൊങ്ങച്ചോക്ക് എവിടെ പോയി? അഹങ്കാരം കൊണ്ട്, തെറ്റിദ്ധാരണ കൊണ്ട് മൂഢന്മാരായിരുന്നവർ എന്തെല്ലാം പുലമ്പുകയാണ് ചെയ്തത് അല്ലേ? ചെരുപ്പ് എന്നൊക്കെ യാദവ വംശത്തെയും ഭഗവാനെയും ഉഗ്രസേനെയും ഒക്കെ വിളിച്ചവർ, ഇവർ ശിരസ്ഥാനീയരാണെന്നൊക്കെ പ്രഖ്യാപിച്ചവർ ഇപ്പൊ ചെരുപ്പിന്റെ സ്ഥാനത്തേക്ക് വന്നു. യാദവന്മാരെ ശിരസിന്റെ സ്ഥാനത്തേക്ക് ഉയർത്തി. ബലരാമസ്വാമിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് സ്തുതിക്കുന്നതായിട്ടുള്ള ആ സ്തുതി, അതാണ് ഇനി നമ്മൾ കാണുന്നത്. രാമ രാമാഖിലാധാര പ്രഭാവം ന വിദാമതേ മൂഢാനാം ന കുബുദ്ധീനാം ക്ഷന്തുമർഹസ്യതിക്രമം സ്ഥിത്യുൽപത്യപ്യയാനാം ത്വം ഏകോ ഹേതുർനിരാശ്രയഃ ലോകാൻ ക്രീഡനകാൻ ഈശ ക്രീഡതസ്തേ വദന്തിഃ ത്വമേവ മൂർധ്നീതമനന്തലീലയാ ഭൂമണ്ഡലം ബിഭർഷി സഹസ്രമൂർധൻ അന്തേ ച സ്വാത്മനിരുദ്ധ വിശ്വഃ ശേഷേ ദ്വിതീയഃ പരിശിഷ്യമാണഃ കോപസ്തേ അഖില ശിക്ഷാർത്ഥം ന ദ്വേഷാന്ന ച മത്സരാത് ബിഭ്രതോ ഭഗവൻ സത്വം സ്ഥിതിപാലന തത്പരഃ നമസ്തേ സർവഭൂതാത്മൻ സർവശക്തിധര അവ്യയ വിശ്വകർമ്മൻ നമസ്തേസ്തു ത്വാം വയം ശരണം ഗതാഃ. 5 ശ്ലോകങ്ങളാണ് ബലരാമസ്വാമിയെ സ്തുതിക്കുന്നത്.
രാമ രാമാഖിലാധാര പ്രഭാവം ന വിദാമതേ മൂഢാനാം നഃ കുബുദ്ധീനാം ക്ഷന്തുമർഹസ്യതിക്രമം. രാമ രാമ അഖിലാധാര. ഭഗവാനെ സ്തുതിക്കുന്ന വാക്കുകളാണ്, ഭഗവാനെ സംബോധനയാണ്. ഹേ രാമ രാമ രാമ. അവരുടെ ദൈന്യം സൂചിപ്പിക്കുകയാണ് ആവർത്തിച്ചിട്ടുള്ള നാമ സങ്കീർത്തനം. ഭയം കൊണ്ട് പറയുകയാണ്, ഞങ്ങളെ വെറുതെ വിടൂ, ഞങ്ങളെ വെറുതെ വിടൂ, ഞങ്ങളെ ഉപദ്രവിക്കല്ലേ എന്ന്. ആ ആവർത്തനം രാമ 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 എന്നുള്ളതിൻ്റെ ചുരുക്കമാണ് രാമ രാമ എന്ന് 2 പ്രാവശ്യമുള്ള പ്രയോഗം. ഓരോ ഭാഗത്തു നിന്നും പൊങ്ങി രാമ 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 എന്ന് പറഞ്ഞുള്ള വിളി. ഓരോരുത്തരും വിളിച്ചു അഭയം ചോദിച്ചുകൊണ്ട്. അഖിലാധാര, എല്ലാറ്റിനും ആധാരഭൂതനായവനെ, ലോകങ്ങളെ മുഴുവൻ ധരിച്ചുകൊണ്ട് നിൽക്കുന്നവനെ എന്ന് വിളിച്ചുകൊണ്ട് പ്രഭാവം ന വിദാമത്തെ തേ പ്രഭാവം വയം ന വിദാമ. അങ്ങയുടെ ശക്തി, അങ്ങയുടെ മഹത്വം എത്രയാണെന്ന് ഞങ്ങൾ അറിയുന്നില്ല. ഞങ്ങളുടെ അറിവില്ലായ്മ കൊണ്ട് വെട്ടിത്തരങ്ങൾ പറഞ്ഞു പോയതാണേ, ക്ഷമിക്കണേ എന്ന് താല്പര്യം. അങ്ങയുടെ മാഹാത്മ്യം അറിയാതെ എന്തൊക്കെയോ പരിഹസിച്ചു, ചെരുപ്പെന്നൊക്കെ വിളിച്ചു. ഞങ്ങളുടെ ഔദാര്യമാണ് നിങ്ങളുടെ രാജ്യം എന്നൊക്കെ ഞങ്ങൾ പറഞ്ഞു. വാസ്തവത്തിൽ ഇപ്പം മനസ്സിലായി, നിങ്ങളുടെ ഔദാര്യമാണ് ഞങ്ങളുടെ രാജ്യം എന്നുള്ളത്. നിങ്ങളവിടെ ബന്ധുക്കൾ എന്നുള്ള നിലയ്ക്ക് ശാന്തിയോടുകൂടി കഴിയുന്നത് കൊണ്ട്, ആക്രമിക്കാൻ വരാത്തത് കൊണ്ട് നിങ്ങളുടെ ബലം എന്താണെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയില്ല. നിങ്ങളാരെങ്കിലും കൃഷ്ണനോ രാമനോ വന്ന് ഈ ഹസ്തിനപുരത്തെ ആക്രമിക്കണം, കീഴ്പ്പെടുത്തണം, സ്വാധീനത്തിലാക്കണം എന്ന് വിചാരിച്ചിരുന്നെങ്കിൽ എന്നോ സാധിച്ചേനെ. ദുര്യോധനാദികളെ ഭയന്നിട്ടോ ഭീഷ്മരെ ഭയന്നിട്ടോ അല്ല അത് ചെയ്യാതിരുന്നത്. അതിൻ്റെ ആവശ്യമില്ല, ബന്ധുക്കൾ തന്നെയല്ലേ എന്നുള്ള അർത്ഥത്തിൽ വിട്ടുവെച്ചതാണ്. പക്ഷേ ഇപ്പോഴാണ് തിരിച്ച് അഹങ്കാരം കൊണ്ട് നിങ്ങൾ ഞങ്ങളെ പരിഹസിച്ചത് അല്ലേ? കൗരവന്മാർ പാണ്ഡവന്മാരെ അല്ല യാദവന്മാരെ പരിഹസിച്ചത്. ഇപ്പോൾ തിരിച്ചടിച്ചപ്പോൾ മനസ്സിലായി ആരാണ് ചെരുപ്പ്, ആരാണ് തല. അതാണ് അഖിലാധാര പ്രഭാവം ന വിദാമതേ. അങ്ങയുടെ പ്രഭാവം എന്താണെന്ന് ഞങ്ങൾ അറിയുന്നില്ല, ഞങ്ങൾക്ക് കണക്കാക്കാൻ പറ്റില്ല. ഇപ്പം അങ്ങ് ആ കലപ്പ കൊണ്ട് ഈ ഹസ്തിനപുരത്തെ മുഴുവൻ കിളച്ചപ്പോൾ മനസ്സിലായി കുറേയൊക്കെ. ഇത് ചെറിയൊരു സാമ്പിൾ മാത്രമാണ്. യഥാർത്ഥത്തിൽ ആരാണങ്ങ് അല്ലേ? അങ്ങ് തന്നെയാണ് ഈ ലോകങ്ങളെ മുഴുവൻ ശിരസിൽ ഒരു കടുകുമണി പോലെ ധരിച്ചു നിൽക്കുന്നവൻ. അപ്പോൾ അങ്ങനെയുള്ള അങ്ങേക്ക് ഈ ഹസ്തിനപുരത്തെ തോണ്ടിയെടുക്കാൻ എന്ത് പ്രയാസം? അല്പം ചെളി തോണ്ടിയെടുക്കും പോലെയുള്ള ലാഘവത്തോടെയാണ് ഇത്രയും വലിയ പുരത്തെയും അതിലുള്ള മഹാരഥന്മാരെയും നിസാരമായി എടുത്തത്. അപ്പം അങ്ങയുടെ പ്രഭാവം ഞങ്ങൾക്ക് അറിയുന്നില്ല. പ്രഭാവം ന വിദാമതേ മൂഢാനാം നഃ കുബുദ്ധീനാം ക്ഷന്തുമർഹസി അതിക്രമം. മൂഢന്മാർ, മോഹിതന്മാർ, അറിവില്ലാത്തവർ, ചിന്തിക്കാത്തവർ, അങ്ങയുടെ പ്രഭാവത്തെക്കുറിച്ച് ഇന്ന് വരെ വിചാരം ചെയ്യാതിരുന്നവർ, രാമകൃഷ്ണന്മാർ ബാല്യത്തിൽ തന്നെ എത്ര ശക്തന്മാരായ അസുരന്മാരെ വധിച്ചു. അതിനെക്കുറിച്ച് ചിന്തിച്ചില്ല. പശുക്കളെ മേച്ചു നടന്നു, വെണ്ണ കെട്ട് തിന്നു. ഇത് മാത്രമേ ഞങ്ങളുടെ ചെവിയിൽ എപ്പോഴും ഓർമ്മയുള്ളൂ. ഓരോ ദുഷ്ടന്മാർ പറഞ്ഞ് ചെവിയിൽ പശുക്കളെ മേച്ചു നടന്നവർ, വെണ്ണ കെട്ട് തിന്നവർ എന്നുള്ള പേരുകൾ മാത്രമേ രാമകൃഷ്ണന്മാരെക്കുറിച്ച് ഈ പറഞ്ഞ ഇവർക്കൊക്കെ ഉള്ളൂ. എത്ര അസുരന്മാരെ കൊന്നു പൂതന മുതലായിട്ട് ആ ലിസ്റ്റൊന്നും ഇവർ ഓർക്കുന്നില്ല. അതൊക്കെ ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ്. അതെന്തോ ശിക്കാരി ശംഭുവിൻ്റെ കഥ പോലെ വിശ്വസിച്ചിട്ടുള്ളൂ അല്ലേ? കാക്കയിരിക്കാനും പനമ്പഴം വീഴാനും എന്ന് പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ ചക്ക വീണപ്പോൾ മുയൽ ചത്തു എന്ന് പറയും പോലെ,
ശിക്കാരി ശംഭു പേടിച്ച് എങ്ങനെയോ അദ്ദേഹത്തിൻ്റെ തോക്കിൽ നിന്ന് വെടി പൊട്ടി അത് പുലിയുടെ മേലെ കൊണ്ടു എന്ന് പറയും പോലെ രാമകൃഷ്ണന്മാര് അസുരന്മാരെ വധിച്ചതോ വേറെ ആരെങ്കിലും വധിച്ചതോ ഈ സംശയങ്ങൾ ആണ് ഇവരുടെ ഇടയിലുള്ള വിഷയം. പശുക്കളെ മേച്ച് വെണ്ണയും കെട്ട് നടന്ന നാലാംകട ക്ഷത്രിയന്മാരല്ലാത്ത വൈശ്യജീവിതം നയിച്ച ആളുകളായിട്ടാണ് രാമകൃഷ്ണന്മാരെ ഈ മൂഢന്മാർ ഇതുവരെ കരുതിയിരുന്നത്. അതാണ് മൂഢാഹ. ഭഗവാൻ ഗീതയിലും അതുതന്നെയാണ് പറഞ്ഞത്. അവജാനന്തിമാം മൂഢാഹ മാനുഷീം തനുമാശ്രിതം പരംഭാവം അജാനന്ദ മമ ഭൂതമഹേശ്വരം. മൂഢന്മാരെന്നെ മനസ്സിലാക്കുന്നില്ല, അവഗണിക്കുന്നു. മനുഷ്യ ശരീരമെടുത്തവനായ എന്നെ മനുഷ്യനെന്ന് കരുതുന്നു. ജലത്തിൽ പ്രതിബിംബിച്ച ചന്ദ്രബിംബം കണ്ട് ജലജന്തുക്കൾ വിചാരിക്കും ഇത് നമ്മുടെ കൂട്ടത്തിലുള്ള മറ്റൊരു ജന്തു എന്ന്. ഇതുപോലെയാണ് കൃഷ്ണന്റെ കാലത്ത് ജീവിച്ചിരുന്ന ഇതുപോലെയുള്ള മൂഢന്മാരൊക്കെ കൃഷ്ണനെക്കുറിച്ച് കരുതിയിരുന്നത്. അത് അവർക്കിപ്പോൾ പേടി വന്നപ്പോൾ സ്വയം സമ്മതിക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ മറന്നും പോകും. വിഡ്ഢികളാണ്. കുറച്ച് കഴിയുമ്പോൾ മറന്നു പോകും. നമ്മുടെ ഹിന്ദു സമൂഹത്തെ പോലെ തന്നെ അല്ലേ? ഹിന്ദു സമൂഹം എന്തെങ്കിലും ഒരു വലിയ ഭീഷണി വരുമ്പോൾ എല്ലാവരും കൂടി നിലവിളിച്ച് കൂട്ടും. അയ്യോ അയ്യോ അയ്യോ, നമുക്ക് ഉണരണം, നമുക്ക് ഒന്നാവണം, ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല എന്നൊക്കെ പറയും. കുറച്ച് കഴിയുമ്പോൾ, കാലം കഴിയുമ്പോൾ മതമൈത്രി 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 എന്ന് പറഞ്ഞ മയക്കുമരുന്നും സേവിച്ചുകൊണ്ട് വരും. ശരിക്കും ഈ ഭാരതത്തിലെ ഹിന്ദുക്കളെ മയക്കിയ ഒരു മയക്കുമരുന്നാണ് മതനിരപേക്ഷത. ഇനിയും നമ്മളത് പറഞ്ഞുകൊണ്ടേയിരുന്നാൽ നമ്മൾ മയങ്ങിക്കിടക്കുകയേ ഉള്ളൂ. മറ്റുള്ളവരൊക്കെ ശക്തമായിട്ട് അവരുടെ മതം പറയുകയും അവരുടെ മതത്തിന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പോറൽ ഭീഷണി എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ എല്ലാവരും കൂടി സംഘടിച്ച് നിൽക്കുകയും എല്ലാവരും കൂടി തിരിച്ച് നമ്മുടെ മത ആചാരങ്ങളെ അനുഷ്ഠാനങ്ങളെയൊക്കെ നിന്ദിക്കുകയും ചെയ്യുമ്പോൾ നമ്മളിപ്പോഴും മതനിരപേക്ഷത എന്ന മദ്യം കുടിച്ചോ ലഹരി പാനം ചെയ്തോ അല്ലെങ്കിൽ മരുന്ന് കഴിച്ചോ ഉറക്കത്തിലാണ്. നമ്മളെ വഞ്ചിക്കാനുള്ള ഒരു പ്രയോഗമാണത്. ഹിന്ദുക്കളെ ഭിന്നിപ്പിക്കാനുള്ള, ചിന്തിക്കാൻ ശേഷി നഷ്ടപ്പെടുത്താനുള്ള, ഹിന്ദുക്കളുടെ വീക്ക്നെസ്സൊക്കെ മുതലെടുക്കാനുള്ള മയക്കുമരുന്നാണ് മതനിരപേക്ഷത എന്ന് പറഞ്ഞ് സ്വയം ബോധമുള്ളവരാവൂ. നമ്മൾക്കാരോടും വിദ്വേഷമൊന്നുമില്ല, ഒരു മതത്തോടും നമുക്ക് വിദ്വേഷമില്ല. പക്ഷേ ഈ മതനിരപേക്ഷത ഹിന്ദുക്കൾക്ക് മാത്രമുള്ളതായിട്ട് തലയിൽ കെട്ടിവെച്ചുകൊണ്ട് നമ്മളെ മയക്കിക്കെടുത്തിയിരിക്കുകയാണ്. പ്രതികരിക്കാൻ ശേഷിയില്ലാത്തവരായി ഷണ്ടന്മാരാക്കി തീർത്തിരിക്കുകയാണ്. നമ്മുടെ എന്താ പറയുക, ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ കാലത്ത് ഭാരതത്തിലെ ഹിന്ദുക്കൾക്ക് 2 തരത്തിൽ ഷണ്ഡീകരണം നടത്തി. ഒന്ന് കുടുംബാസൂത്രണം എന്ന ഷണ്ഡീകരണം, മറ്റൊന്ന് മതനിരപേക്ഷത എന്നത് ഭരണഘടനയിൽ എഴുതി ചേർത്ത് ഹിന്ദുക്കളെയൊക്കെ ഷണ്ടന്മാരാക്കി. 2 തരത്തിലാണ് ഹിന്ദുക്കളെ നിർവീര്യരാക്കിയത്. ഇപ്പോഴും ഉറങ്ങിക്കിടക്കുകയാണ്. മൂഢന്മാർ മൂഢന്മാർ മൂഢന്മാർ. മൂഢശബ്ദം എല്ലാവർക്കും ചേരുന്നതാണെന്നറിയാം. അപ്പം ഭഗവാൻ ഹസ്തിനപുരത്തിലേക്ക് ദൂത് ചെന്ന് വിശ്വരൂപം പ്രദർശിപ്പിച്ചപ്പോൾ പോലും ഈ മൂഢന്മാർ അതിനെക്കുറിച്ച് പറഞ്ഞത്, ഈ ദുര്യോധനൻ പറഞ്ഞത്, ഓ കൃഷ്ണൻ വാസുദേവൻ വന്ന് എന്തോ ഇന്ദ്രജാലം കാട്ടിയിട്ട് പോയി, അത് ആർക്കും സാധിക്കുന്നതാണ്, ഞാനും വിചാരിച്ചാൽ സാധിക്കും എന്നൊക്കെ അതിനെ നിസാരവൽക്കരിച്ചു. യഥാർത്ഥത്തിൽ ഭഗവാൻ ആരാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയല്ല അയാൾക്കുണ്ടായത്,
അതിനെയും നിസാരവൽക്കരിക്കുന്ന, ഭഗവാന്റെ വിശ്വരൂപത്തെ പോലും ഒരു ഇന്ദ്രജാലമാക്കി നിസാരവൽക്കരിക്കുന്ന ഒരു രീതിയാണ് ദുര്യോധനൻ സ്വീകരിച്ചത്. അതേ ദുര്യോധനന്മാരാണ് ഇന്നും ഹിന്ദു സമൂഹത്തിലും ഉള്ളത്. ധാരാളം ദുര്യോധനന്മാര് ഹിന്ദു നാമധാരികളായിട്ടുണ്ട്. മറ്റുള്ളവരുടെ കാര്യം പറയാനുമില്ല. അപ്പോൾ ഈ ഹിന്ദുക്കളുടെ ഇടയിലുള്ള ദുര്യോധനന്മാരാദ്യം തലയ്ക്ക് വെളിവുള്ളവരായി മാറണം. എന്തായാലും മൂഢാനാം നഹ കുബുദ്ധീനാം, കുൽസിത ബുദ്ധികളായ, ദുഷ്ടബുദ്ധികളായ, മറ്റുള്ളവരുടെ ഉപദേശം കേട്ട് ദുഷിച്ച ബുദ്ധികളായ മൂഢന്മാരായ ഞങ്ങളുടെ അങ്ങയുടെ നേരെയുള്ളതായിട്ടുള്ള അതിക്രമം ക്ഷന്തുമർഹസി, അതിക്രമത്തെ ക്ഷമിക്കേണ്ടതാകുന്നു. അങ്ങ് ക്ഷമിക്കണം, അങ്ങ് ശക്തനാണ്, ഞങ്ങൾ നിസ്സഹായരാണ്, ദീനരാണ്. അപ്പോൾ ദീനരായ ഞങ്ങളോട് ഞങ്ങൾ ചെയ്ത തെറ്റ് പൊറുക്കണം. ബാലന്മാർ ചെയ്യുന്ന തെറ്റ് അച്ഛനമ്മമാർ പൊറുക്കും പോലെ എന്ന മട്ടിലാണിപ്പോൾ കാല് പിടിക്കുന്നത്. രാമ രാമാഖിലാധാര പ്രഭാവം ന വിദാമതേ മൂഢാനാം നഹക്കു ബുദ്ധീനാം ക്ഷന്തുമർഹസ്യതിക്രമം സ്ഥിത്യുൽപത്യപ്യയാനാം ത്വം ഏകോ ഹേതുർനിരാശ്രയഃ ലോകാൻ ക്രീഡനകാൻ ഈശ ക്രീഡതസ്തേ വദന്തിഃ. നിരാശ്രയഃ ത്വം സ്ഥിതി ഉൽപത്തി അപ്യയാനാം ഏകഃ ഹേതുഃ. അങ്ങെങ്ങനെയുള്ളവനാണ്? നിരാശ്രയഃ ത്വം. നിരാശ്രയഃ എന്ന് പറഞ്ഞാൽ അങ്ങേക്ക് കാരണമോ ആശ്രയമോ ആയിട്ട് ആരുമില്ല. യു ആർ സ്വതന്ത്ര, സ്വയംഭൂ സ്വതന്ത്ര. ആരെയും ആശ്രയിക്കാതെ ഇൻഡിപെൻഡൻ്റായി എന്ത് ചെയ്യുന്നു? ത്വം ഏകഃ, അങ്ങ് ഏകനാണ്. ഈ ലോകത്തിൻ്റെ സ്ഥിതി, ഉൽപ്പത്തി, അപ്യയം. സ്ഥിതി, നിലനിൽപ്പ്, ഉൽപ്പത്തി, ഉത്ഭവം, അപ്യയം, നാശം. അപ്പൊ സൃഷ്ടിസ്ഥിതി സംഹാരാദികളുടെ ഹേതുഹു ത്വം ഏകഃ, അങ്ങ് തന്നെയാണ് ഇതിന് ഏക കാരണം. ജന്മാദ്യസ്യ യതഃ വിശ്വോൽപത്യാദിഹേതവേ, ഈ വിശ്വത്തിന്റെ ഉൽപ്പത്യാദിക്ക് ഹേതുവായിരിക്കുന്ന പരബ്രഹ്മം, പരമാത്മാ അങ്ങ് തന്നെയാണെന്നുള്ള ഭാവത്തിലാണ് ഇവിടെ ബലരാമസ്വാമിയെ ശ്രീകൃഷ്ണ ഭഗവാനുമായി അഭേദഭാവത്തിലാണ് സ്തുതിക്കുന്നത്. അപ്പോൾ ഈ നിരാശ്രയനായി അങ്ങ് ഈ ലോകത്തെ സൃഷ്ടിക്കുന്നു, പരിപാലിക്കുന്നു, സംഹരിക്കുന്നു. ഏകനായിട്ടുള്ള കാരണം അങ്ങാകുന്നു. അങ്ങ് തന്നെയാണ് ഇതിൻ്റെ അഭിന്ന നിമിത്ത കാരണവും ഉപാദാന കാരണവും. ഹേ ഈശ, അല്ലയോ എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്ന സകല ശക്തനായിരിക്കുന്നവനെ ഈശ്വര, ക്രീഡതഃ തേ ക്രീഡനകാൻ ലോകാൻ വദന്തിഹി, കളിക്കുന്നവനായ അങ്ങയുടെ കളിപ്പാട്ടങ്ങളായിട്ട് ഈ ലോകങ്ങളെ പറയുന്നുവല്ലോ. അപ്പം അങ്ങേക്ക് അമ്മാനമാടി കളിക്കാനുള്ളതാണ് ഈ ലോകങ്ങളെല്ലാം. ഈ ലോകത്തിലെ സകല വസ്തുക്കളും അങ്ങയുടെ കളിപ്പാട്ടങ്ങളാണ് എന്ന് പറയപ്പെടുന്നു. അങ്ങനെയുള്ള അങ്ങയുടെ ഒരു കളിയാണ് ഇപ്പോൾ കണ്ടത്. ഈ കലപ്പ കൊണ്ട് ഈ ഹസ്തനപുരം ആവശ്യമില്ല ഈ ഭൂമിയിൽ എന്ന് തോന്നിട്ട് വാരിയെടുത്ത് വലിച്ച് ഗംഗയിലേക്ക് എറിയാൻ പോകുന്നതും ഒരു കളിയാണ്. കളി നിയന്ത്രിക്കുന്ന ആളുടെ ഇച്ഛയ്ക്കല്ല കളി നടക്കുന്നതെങ്കിൽ കളി അല്ലേ ചുവന്ന കാർഡ് കാണിക്കും, ആ കളിക്കാരെ പുറത്താക്കും എന്നതുപോലെയാണ് ഇവിടെ ഭഗവാൻ ബലരാമസ്വാമി ഈ ഹസ്തിനപുരത്തെ തന്നെ കലപ്പ കൊണ്ട് തോണ്ടി എറിയുന്നത്. അപ്പോൾ അങ്ങയുടെ കളിപ്പാട്ടങ്ങളാണ് ഈ ലോകം. അപ്പോൾ പിന്നെ ഞങ്ങളുടെ കാര്യം പറയാനുണ്ടോ എന്ന് സ്വയം വിനീതരാവുകയാണ്. ഭയം കൊണ്ട് ഭയപ്പെട്ട് വിനീതരാവുകയാണ്. അല്ലാതെ അവരുടെ ഉള്ളിലെ ട്രാൻസ്ഫോർമേഷനൊന്നും സംഭവിച്ചിട്ടില്ല. വലിയ എന്താ പറയുക ശുദ്ധീകരണ പ്രക്രിയയൊന്നും നടന്നിട്ടില്ല. തൽക്കാലമുള്ള ഭയം കൊണ്ട് മാത്രം ഇവരുടെ ദുഷ്ടതരം പിന്നെയും നമുക്ക് കാണാം. എങ്കിലും ഇപ്പം നിവൃത്തിയില്ല, അവർക്ക് പിടിച്ചു നിന്നേ പറ്റൂ. ജീവനോടുകൂടി നിലനിൽക്കണമെങ്കിൽ, ഹസ്തിനപുരം നിലനിൽക്കണമെങ്കിൽ ഇപ്പോൾ
പാലം കടക്കോളം നാരായണ എന്ന് പറയും പോലെ ഇദ്ദേഹത്തിൻ്റെ മഹത്വത്തെ സ്തുതിച്ചേ മതിയാവൂ, അംഗീകരിച്ചേ മതിയാവൂ. അങ്ങനെ ഗതികെട്ട് സ്തുതിക്കുകയാണ്. ത്വമേവ മൂർധ്നീതമനന്തലീലയ ഭൂമണ്ഡലം ബിഭർഷി സഹസ്രമൂർധൻ അന്തേ ച യസ്വാത്മനിരുദ്ധ വിശ്വഃ ശേഷേ ദ്വിതീയഃ പരിശിഷ്യമാണഃ. ത്വമേവ മൂർധ്നീതം അനന്ത ലീലയാ ഭൂമണ്ഡലം ബിഭർഷി സഹസ്രമൂർധൻ അന്തേ ച യസ്വാത്മനിരുദ്ധ വിശ്വഃ ശേഷേ ദ്വിതീയഃ പരിശിഷ്യമാണഃ. അപ്പോ ഭഗവാന് ആദിശേഷൻ എന്നൊരു പേരുണ്ട് അല്ലേ? ശേഷൻ എന്നാൽ ശേഷിക്കുന്നതാണ് ശേഷൻ. എന്താണ് ശേഷിക്കുന്നത്? പ്രളയകാലത്ത് എല്ലാം നശിച്ച് അതിൻ്റെ ബീജങ്ങൾ മാത്രം ശേഷിക്കും. ആ ബീജങ്ങളെയെല്ലാം ആരാണോ സംരക്ഷിക്കുന്നത് അവനാണ് ശേഷൻ. അപ്പോൾ പ്രപഞ്ചത്തെ മുഴുവൻ തന്നിലേക്ക് ആവഹിച്ച് അതിൻ്റെ ബീജങ്ങളെ മാത്രം നിലനിർത്തുന്ന ആ സംഭരണ ശക്തി, അതാണ് ആദിശേഷൻ. ആ ആദിശേഷന്റെ മെത്തയിലാണ് ഭഗവാൻ യോഗനിദ്ര ചെയ്യുന്നത് പ്രളയകാലത്ത്. അപ്പോൾ ആ എന്താ പറയുക, ആദിശേഷനെ സ്തുതിക്കുകയാണ് ഇവിടെ. ത്വമേവ മൂർധിനി ഇതം അനന്ത ലീലയാ ഭൂമണ്ഡലം ബിഭർഷി സഹസ്രമൂർധൻ. ഭഗവാനെ സംബോധന ചെയ്യണ, ഹേ സഹസ്രമൂർധൻ, ആയിരക്കണക്കിന് ശിരസ്സുള്ളവനെ, വിരാട് പുരുഷൻ തന്നെയാണെന്ന് അല്ലേ? സഹസ്രശീർഷാ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദ്. ആ അർത്ഥത്തിലും സഹസ്രമൂർധൻ, ആയിരക്കണക്കിന് ശിരസ്സുള്ള മൂർധാവുള്ളവനെ, അനന്ത, ആദിയും അന്തവുമില്ലാതെ പരിമിതികളില്ലാത്ത ശക്തികളോടുകൂടിയവനെ, എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നവനെ, അനന്ത, അപരിച്ഛേദ്യനായവനെ. ഹേ അനന്ത, ത്വമേവ ഇദം ഭൂമണ്ഡലം മൂർധിനി ലീലയാ ബിഭർഷി. ത്വമേവ, അങ്ങ് തന്നെയാണ്, ഇദം ഭൂമണ്ഡലം. ഇദം എന്ന് പറയുമ്പോൾ, ഇത് എന്ന് പറയുമ്പോൾ വർത്തമാനകാലം. ഈ വർത്തമാനകാലത്ത് ഈ ലോകങ്ങളെല്ലാം, ഭൂമണ്ഡലങ്ങളെയെല്ലാം മൂർധിനി ബിഭർഷി, എങ്ങനെ? ലീലയാ, അങ്ങയുടെ മൂർധാവിൽ ലീലയായിട്ട് ധരിച്ചിരിക്കുന്നു. ഒരു പ്രയാസവും കൂടാതെ അനായാസേന, ഒരു കടുകുമണി പോലെ, ഒരു സർഷപം അല്ലെങ്കിൽ സിദ്ധാർത്ഥം ഇവ ദൃശ്യത്തെ. സിദ്ധാർത്ഥം ഇവ ദൃശ്യത്തെ എന്ന് പറയാം. സിദ്ധാർത്ഥം എന്നതും സർഷപം എന്നതും ഒക്കെ കടുകുമണിയുടെ പര്യായമാണ്. പല ഭാഗങ്ങളും അതുപോലെ പറയും. അനന്തനെ സ്തുതിക്കുമ്പോഴൊക്കെ ഏതൊരു ഭഗവാന്റെ ശിരസിൽ ഒരു സർഷപം പോലെ ഈ ഭൂമണ്ഡലം സ്ഥിതി ചെയ്യുന്നുവോ, അല്ലെങ്കിൽ ഒരു സിദ്ധാർത്ഥം പോലെ കാണപ്പെടുന്നുവോ. പഞ്ചമസ്കന്ധത്തിൽ സിദ്ധാർത്ഥം എന്ന പ്രയോഗമാണ് ഭൂമണ്ഡലത്തെ പ്രയോഗിച്ചിരിക്കുന്നത്, കടുകുമണി. അപ്പോൾ അങ്ങ് ലീലയാ ബിഭർഷി മൂർധിനി, അത് വർത്തമാനകാലത്തിൽ, സൃഷ്ടികാലത്തിൽ അഥവാ സ്ഥിതികാലത്തിൽ. അന്തേയ സ്വാത്മനിരുദ്ധ വിശ്വ അദ്വിതീയ പരിശിഷ്യമാണ ശേഷേ. അന്തേ, അവസാന കാലത്ത്, പ്രളയകാലത്ത് ആരാണോ ശേഷേ, ശേഷേ എന്ന് പറഞ്ഞാൽ ശയിക്കുന്നു, ശയനം ചെയ്യുന്നു എന്നുള്ള ക്രിയാരൂപമാണ് ശേഷേ എന്നുള്ളത്. അല്ലാതെ ശേഷൻ എന്നുള്ള ആ പേരിനോട് ബന്ധപ്പെട്ട് നേരിട്ടല്ല, ശേഷിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിലല്ല, ശയിക്കുന്നവൻ ശേഷൻ, ശേഷേ എന്നുള്ള ക്രിയ. അപ്പോൾ അന്തേ, അന്തേ എന്ന് പറഞ്ഞാൽ പ്രളയകാലത്ത് യഹ, ഏതൊരു അങ്ങ് തന്നെയാണോ, സ്വാത്മനി രുദ്ധ വിശ്വ, വിശ്വങ്ങളെ മുഴുവൻ സ്വ ആത്മനി രുദ്ധം അടക്കി വെച്ചിട്ട്, പത്തായത്തിൽ വിത്തുകളെല്ലാം അടക്കി വയ്ക്കും പോലെ അല്ലേ? കൃഷിക്കാലം കഴിഞ്ഞാൽ, കൊയ്ത്തുകാലം കഴിഞ്ഞാൽ ധാന്യങ്ങളെല്ലാം
ആവശ്യത്തിനുള്ളത് മാറ്റിവെച്ച് വിത്തിനുള്ളത് വേറെ സൂക്ഷിച്ചു വെക്കും. കൃഷിക്കാർക്ക് അറിയാം, വിത്തിന് ഏറ്റവും നല്ല നല്ല ധാന്യം നോക്കിയിട്ടാണ് എടുത്തു വയ്ക്കുക. നല്ല പുഷ്ടിയുള്ള ധാന്യം നോക്കിയിട്ടാണ് ഏത് കണ്ടത്തിലാണോ ഏത് ഇതിലാണോ നല്ല പോലെ കുലകളൊക്കെ നല്ല പുഷ്ടിയുള്ളതായിട്ട് വന്നിരിക്കുന്നത്, നെൽക്കതിരുകൾ നന്നായി വന്നിരിക്കുന്നത്, അതിലത്തത് വിത്തായിട്ട് മാറ്റിവെക്കണം എന്ന് പറയും. അതിനെ ഉണക്കി പച്ചയ്ക്ക് തന്നെ ഉണക്കിയിട്ട് അതിനെ ചാക്കുകളിലാക്കി പത്തായത്തിൽ വയ്ക്കും. അത് കഴിഞ്ഞ് നല്ലത് വിൽപ്പനയ്ക്ക് കൊടുക്കും. വിത്ത് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ രണ്ടാം തരമുള്ളത് വിൽപ്പനയ്ക്കുള്ളതാണ്. മൂന്നാം തരമുള്ളതാണ് അവനവൻ്റെ കൺസംഷന്, അല്ലേ? ധാരാളം മതി, നമ്മുടെ ഉപയോഗത്തിന് ആവശ്യത്തിന്. അതും വിത്തുകൾ മാറ്റിവെച്ച ശേഷം പത്തായത്തിൽ തന്നെ വേണ്ട സ്ഥലത്ത് അവനവനാവശ്യമായിട്ടുള്ള നെല്ല് സൂക്ഷിച്ചു വയ്ക്കും. നെല്ലായിട്ട് സൂക്ഷിച്ചു വയ്ക്കുന്നതിന് പ്രത്യേക സ്ഥലമുണ്ടാവും. അത് ആവശ്യത്തിന് മാത്രം എടുത്ത് പുഴുങ്ങി ഉണക്കി അരിയാക്കി ഉപയോഗിക്കാം. എല്ലാം അരിയാക്കി വെച്ചാൽ വേഗം കേടുവരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നെല്ലാക്കി തന്നെ സൂക്ഷിക്കും. ഒരു 6 മാസത്തേക്കൊക്കെ വേണ്ടത്, ചിലപ്പോൾ 1 വർഷത്തേക്ക് വേണ്ടതൊക്കെ സൂക്ഷിക്കും. അപ്പോൾ ഏറ്റവും പ്രധാനം അതാണ്, വിത്താണ്. ഏറ്റവും നല്ല ധാന്യങ്ങൾ, നല്ല ഉറപ്പുള്ള മണികൾ, പുഷ്ടിയുള്ള മണികൾ ഉണക്കിയിട്ടാണ് വിത്തായിട്ട് സംഭരിച്ചു വയ്ക്കുക. പത്തായത്തിൽ ഏറ്റവും സുരക്ഷിതമായ സ്ഥാനത്ത്, അല്പം പോലും നനവ് വരാത്ത, ഒരു ജന്തുക്കളും ഉപദ്രവിക്കാത്ത, ഇതൊക്കെ അല്ലെ കുട്ടിക്കാലത്ത് നമ്മളൊക്കെ ചെയ്തതാണ്, അനുഭവം ഉണ്ട്. അപ്പം അതുപോലെ ഏറ്റവും രഹസ്യമായി ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ബീജങ്ങളെ തൻ്റെ ഉദരത്തിൽ രുദ്ധ വിശ്വ തടഞ്ഞു വയ്ക്കുന്ന വിശ്വത്തോടുകൂടി, സംരക്ഷിക്കപ്പെടുന്ന വിശ്വത്തോടുകൂടിയവനായിട്ട്, അല്ലേ? അന്തേജയ സ്വാത്മനി രുദ്ധ വിശ്വ. അതിൻ്റെ പ്രതീകം തന്നെയാണ് മത്സ്യാവതാര കാലത്ത് സത്യവ്രത രാജാവിനോട് പറഞ്ഞ് വിശ്വത്തിൻ്റെ മുഴുവൻ ആ പ്രളയ സമയത്ത് വിശ്വത്തിൻ്റെ ബീജങ്ങളെ മുഴുവൻ ഒരു തോണിയാക്കി, ഭൂമിയെ തന്നെ തോണിയാക്കിക്കൊണ്ട് ഭഗവാൻ മത്സ്യമൂർത്തിയായി വന്നപ്പോൾ ആ മത്സ്യമൂർത്തിയുടെ കൊമ്പിലേക്ക് ആ ഭൂമിയാകുന്ന നാവത്തെയും ഈ വിത്തുകളെയും സത്യവ്രത രാജാവിനെയും ഈ സപ്തർഷികളെയും സംരക്ഷിച്ചുകൊണ്ട് ഭഗവാൻ പ്രളയകാലത്ത് കാത്തിരുന്നു. അതാണ് ഭഗവാൻ. അവിടെയും ഒരു ആദിശേഷൻ തന്നെയാണ്. ഈ മത്സ്യാവതാരമൂർത്തിയും ഭഗവാന്റെ ഒരു ശേഷരൂപം തന്നെയാണ്, നാരായണ രൂപം തന്നെയാണ്. നാരായണൻ എന്നാൽ ജലം അയനമായവൻ, ജലത്തിൽ ശയിക്കുന്നവൻ. അപ്പോൾ മത്സ്യമൂർത്തിയും നാരായണൻ തന്നെയാണ്. പ്രളയകാലത്ത് എല്ലാം എങ്ങനെ സംഭരിച്ചു വയ്ക്കുന്നു എന്നുള്ളത് മാതൃക കാണിച്ചതാണ്. അങ്ങനെ പല കാലങ്ങളിൽ, പല പ്രളയകാലങ്ങളിൽ, പല രൂപങ്ങളിൽ ഭഗവാൻ ലോകത്തിന് ദർശനം നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും പ്രശസ്തമായ ഭാവമാണ് ആദിശേഷമെത്തയിൽ ശയിക്കുന്ന നാരായണൻ. ആ ആദിശേഷൻ എന്നുള്ളത് ഈ എന്താ പറയുക, പ്രധാനം എന്ന് പറയുന്ന പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ മൂലകാരണങ്ങളെ സംഭരിച്ചു വച്ചിരിക്കുന്ന അവസ്ഥയാണ്. അതിനെ തന്നെയാണ് ശേഷൻ എന്നും വിളിക്കുന്നത്. ഇവിടെ ശേഷനെയും ഭഗവാനെയും അഭേദമായി കൽപ്പിച്ചുകൊണ്ടാണ് ഇവിടുത്തെ സ്തുതി. അപ്പോൾ അന്തേ ചയസ്വാത്മനി രുദ്ധവിശ്വ ശേഷേ അദ്വിതീയ പരിശിഷ്യമാണ. അന്തേ എല്ലാ വിശ്വങ്ങളെയും തന്നിൽ ലയിപ്പിച്ച് തന്നിൽ നിരോധിച്ച് അദ്വിതീയ രണ്ടില്ലാതെ പരിശിഷ്യമാണ ശേഷേ ആകെ പരിശേഷിക്കുന്നവനായി ശയിക്കുന്നു. അപ്പോൾ ഇവിടെ അദ്വിതീയ എന്ന് പറഞ്ഞു. നമ്മളാണെങ്കിൽ ചിത്രത്തിൽ അനന്തനെ വേറെ മഹാവിഷ്ണുവിനെ വേറെയായിട്ട് കാണുന്നു, അല്ലേ? അത് നമ്മളെ നോട്ടപ്പശ കാണും. അനന്തൻ വേറെയല്ല,
ഭഗവാൻ മഹാവിഷ്ണു അനന്തനാകുന്ന മെത്തയിൽ കിടക്കുന്ന വിഷ്ണു രണ്ടല്ല ഇവർ അദ്വിതീയരാണ് എന്ന് കാണണം. ഭഗവാന്റെ തന്നെ ഒരു വിഭൂതിയാണ് ശേഷൻ, ഭഗവാന്റെ തന്നെ സ്ഥൂലഭാവമാണ് ശേഷൻ, ഭഗവാന്റെ ആ സൂക്ഷ്മഭാവമാണ് നാരായണൻ. ഭഗവാന്റെ തന്നെ ആ പ്രധാനം എന്ന് പറയുന്ന പ്രപഞ്ച സൃഷ്ടിക്ക് ആവശ്യമായിട്ടുള്ള ഉപാദാന കാരണങ്ങളുടെ സമുച്ചയത്തിനെയാണ് ശേഷൻ എന്ന് പറയുന്നത്. നിമിത്ത കാരണമായ ആ തത്വമാണ് ഇവിടെ മുകളിൽ കിടക്കുന്ന തത്വം നാരായണൻ. ഉപാദാന കാരണം പ്രധാനമായ ശേഷനായി കിടക്കുന്നു, നിമിത്ത കാരണം നാരായണമൂർത്തിയായി ശേഷശായിയായി കിടക്കുന്നു. ഇത് രണ്ടും ചേരുമ്പോഴാണ് അഭിന്ന ഉപാദാന നിമിത്ത കാരണമായ ഭഗവത് തത്വമാകുന്നത്. അഭിന്നമാണ് ബ്രഹ്മതത്വം, രണ്ട് മൂർത്തികൾ എന്ന് മാത്രം. അപ്പൊ അദ്വിതീയ നദ്വിതീയ, രണ്ടില്ല, ഏകൻ തന്നെയാണ്, രണ്ടും കൂടി ചേർത്താണ് കാണേണ്ടത്. ശേഷേ അദ്വിതീയ പരിശിഷ്യമാണഃ കോപസ്തേ അഖില ശിക്ഷാർത്ഥം നദ്വേഷാത് ന ച മത്സരാത് ബിഭ്രതോ ഭഗവൻ സത്വം സ്ഥിതിപാലന തത്പരഃ. കോപസ്തേ അഖില ശിക്ഷാർത്ഥം നദ്വേഷാന്ന ച മത്സരാത് ബിഭ്രതോ ഭഗവൻ സത്വം സ്ഥിതിപാലന തത്പരഃ. സത്വം ബിഭ്രതഃ തേ കോപഃ അഖില ശിക്ഷാർത്ഥം നദ്വേഷാത് ന മത്സരാത്. ഇപ്പൊ ഭഗവാൻ ശുദ്ധസത്വ സ്വരൂപനാണ്, അതാണ് സത്വം ബിഭ്രതഃ, സത്വത്തെ ധരിച്ചിരിക്കുന്നവനായ തേ തവ. അപ്പൊ സത്വമൂർത്തിയായ അങ്ങയുടെ കോപം, അപ്പൊ സത്വമൂർത്തിക്ക് കോപം ഉണ്ടാകുമോ? കോപം എന്നുള്ളത് തമോ ഗുണമാണ്. അപ്പോ സത്വമൂർത്തിയായ അങ്ങയ്ക്ക് കോപം ഉണ്ടാവുകയില്ല എന്നുറപ്പ്. തമസിൽ നിന്നാണ് കോപമുണ്ടാകുന്നത്. പക്ഷെ ഇവിടെ അങ്ങ് കോപം പ്രകടിപ്പിച്ചതിപ്പോ ബലരാമസ്വാമി ഇപ്പൊ കോപം പ്രകടിപ്പിച്ചു. ഈ കോപമാകട്ടെ അത് തമോ ഗുണത്തിൽ നിന്നുള്ളതല്ല, അഖില ശിക്ഷാർത്ഥം, എല്ലാവരെയും പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, പാഠം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു നാടകമാണ് എന്നർത്ഥം. അധ്യാപകന്മാർ കുട്ടികളോട് കോപിക്കുന്നത് അവരോടുള്ള ശത്രുത കൊണ്ട് കോപിക്കുന്നതല്ല, അവരുടെ എന്താ പറയുക വികൃതിയെ അടക്കാൻ വേണ്ടിയുള്ള ഒരു വേഷം കെട്ടാണ്. അച്ഛനമ്മമാർ കുട്ടികളോട് ദേഷ്യപ്പെടുന്നത് അവരുടെ വികൃതിയെ അടക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പം അതുപോലെ ഭഗവാനും ദേഷ്യപ്പെടുന്നത്, സത്വഗുണമൂർത്തിയായിട്ടുള്ള ഭഗവാൻ ദേഷ്യം എന്നുള്ളൊരു ആവരണമെടുത്ത് അണിയുക മാത്രമാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് കോപം ഉണ്ടാവാൻ ഒരു ചാൻസും ഇല്ല, സത്വഗുണപ്രധാനമാണ്. അപ്പോൾ അഖില ശിക്ഷാർത്ഥം നദ്വേഷാത്, ദ്വേഷം ഹേതുവായിട്ട് ശത്രുത ഹേതുവായിട്ടല്ല, ന മത്സരാത്, ഏതെങ്കിലും തരത്തിലുള്ള മത്സരം കൊണ്ടും ഉണ്ടായതല്ല, ഞങ്ങളോടുള്ള അസഹിഷ്ണുതയോ ഒന്നും ഉണ്ടായിട്ടില്ല, അങ്ങയുടെ ദയയാണ് കോപം എന്ന് താല്പര്യം. അപ്പോൾ അതുകൊണ്ട് ഹേ ഭഗവാനായിരിക്കുന്നവനെ ത്വം സ്ഥിതിപാലന തത്പരഃ, അങ്ങിപ്പോൾ എന്തിൽ തൽപരനാണ്? ഈ പ്രപഞ്ചത്തിന്റെ സ്ഥിതിയുടെ പാലനത്തിൽ, ഈ ലോകത്തെ നിലനിർത്തുന്ന കാര്യത്തിൽ അങ്ങ് തൽപരനായിട്ടുള്ളവനാണ്. അതുകൊണ്ട് ഞങ്ങളുടെ കാര്യത്തിലും തൽപരനാവുക, ഞങ്ങളുടെ സ്ഥിതിയിലും തൽപരനായിരിക്കുക, ഞങ്ങളും കൂടി കൂട്ടത്തിൽ നിലനിന്ന് പൊക്കോട്ടെ എന്ന് സ്തുതിക്കുകയാണ്. അപ്പം ഇപ്പോൾ പേടി കൊണ്ടാണെങ്കിലും ഭഗവാൻ ആരെന്ന് വകതിരിവുണ്ടായി, ഭഗവാന്റെ ശക്തി എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദീനരായി സ്തുതിക്കുകയാണ്. തൽക്കാല രക്ഷയ്ക്ക് വേണ്ടി ഇവരുടെ സ്വഭാവത്തിൽ തമോ ഗുണം ധാരാളം ഉള്ളതുകൊണ്ട് ഈ ഉണർവ് തൽക്കാലം മാത്രമാണ്. ഇപ്പൊ സത്വഗുണം ഉള്ളതുപോലെ അവർ പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും അത് തൽക്കാലമുള്ള സത്വഗുണമാണ്. കുറച്ച് കഴിയുമ്പോൾ അവർ തമോ ഗുണത്തിലേക്ക് തന്നെ വീണ്ടും ആണ്ടുപോകും. ഇതാണ് ലോക സ്വഭാവം. ഭൂരിപക്ഷം ലോകത്തിൻ്റെയും സ്വഭാവം ഇതാണ്. എന്തെങ്കിലും ഒരു അടി കിട്ടുമ്പോൾ ഒരു ഉണർവുണ്ടാവും, കുറച്ച് കഴിയുമ്പോൾ വീണ്ടും തദൈവ.
ഇത് മാറണം. എപ്പോഴും ഉണർവുള്ളവരായിരിക്കണം. അതാണ് ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരാൻ നിബോധത എന്ന് ഉപനിഷത്ത് പറഞ്ഞത്. എഴുന്നേൽക്കൂ എന്നാണ് ആദ്യം പറഞ്ഞത്. ഉത്തിഷ്ഠത ജാഗ്രത എന്ന് പറഞ്ഞാൽ എപ്പോഴും ബോധമുള്ളവരായിരിക്കൂ, സത്വഗുണത്തിൽ ഉണർന്നവരായി ഭവിക്കൂ. അപ്പോൾ ഉത്തിഷ്ഠത എന്ന് പറയുമ്പോൾ തമോ ഗുണം വെടിയൂ, ജാഗ്രത എന്ന് പറയുമ്പോൾ സത്വഗുണത്തെ വളർത്തൂ, പ്രാപ്യവരാൻ നിബോധത എന്ന് പറയുമ്പോൾ വരാൻ പ്രാപ്യ ഗുരുവിൻ പ്രാപ്യ ഗുരുക്കന്മാരെ പ്രാപിച്ച് നിബോധത നിതരാം ബോധനം കുരു, നല്ലതുപോലെ അറിവ് നേടൂ, ബുദ്ധിക്ക് വേണ്ട ശരിയായ മാർഗദർശനം നൽകൂ, നേരായ വഴിയിൽ ജീവിക്കുവാനുള്ള അറിവ് നേടിയെടുക്കൂ. പ്രാപ്യ വരാൻ നിബോധത. അപ്പം ആദ്യം വേണ്ടത് തമസ്സിനെ ഉപേക്ഷിക്കലാണ്. അതാണ് ഉത്തിഷ്ഠത എന്ന് പറഞ്ഞത്. തമസിൽ നിന്ന് ഉണർന്നാലേ സത്വഗുണം വർദ്ധിച്ച് അറിവ് നേടാനുള്ള യോഗ്യതയാവുള്ളൂ. ജാഗ്രത എന്ന് പറഞ്ഞത് സത്വഗുണം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നമ്മുടെ ഫിസിക്കൽ ലെവലിൽ പറയുകയാണെങ്കിൽ ആദ്യം പറയേണ്ടത് ജാഗ്രത ഉത്തിഷ്ഠത എന്നാണ്. ജാഗ്രത എന്ന് പറഞ്ഞാൽ ഉറക്കത്തിൽ നിന്നൊന്ന് കണ്ണ് തുറക്കുക, ജാഗർത്തി, ഉണരുന്നു. അത് കഴിഞ്ഞിട്ടാണ് എഴുന്നേൽക്കൽ. നമ്മളൊക്കെ ദിവസവും രാവിലെ ചെയ്യുന്നത് ആദ്യം ഉണരുന്നു, പിന്നീട് എഴുന്നേൽക്കുന്നു. ജാഗ്രത ഉത്തിഷ്ഠത എന്നാണ്. അപ്പോൾ ഋഷിക്ക് കണക്ക് തെറ്റിയോ? ഋഷിക്ക് ഓർഡർ മാറിപ്പോയോ? ഉത്തിഷ്ഠത ജാഗ്രത എന്ന് പറഞ്ഞത് തെറ്റായിപ്പോയോ? അവിടെയാണ് ഋഷി നമുക്ക് ചിന്തിക്കാൻ വേണ്ടി ഇങ്ങനൊരു ക്രമം പറഞ്ഞിരിക്കണം. അല്ലാതെ ഋഷിക്ക് തെറ്റിയതല്ല. ഋഷിയെ മനസ്സിലാക്കുന്നതിൽ നമുക്ക് തെറ്റുപറ്റാം. ഋഷി കാലങ്ങൾക്കപ്പുറത്തേക്ക് കടന്ന് കാണുന്നവനാണ്. എല്ലാ കാലത്തേക്കും വേണ്ട സന്ദേശമാണ് ഉത്തിഷ്ഠത എന്ന് ആദ്യം പറഞ്ഞ് ജാഗ്രത എന്ന് രണ്ടാമത് പറഞ്ഞത്. അപ്പോൾ ആദ്യം വേണ്ടത് തമോ ഗുണം വെടിയലാണ് ഉത്തിഷ്ഠത. ജാഗ്രത എന്നുള്ളത് സത്വഗുണത്തെ വർദ്ധിപ്പിക്കലാണ്. മനസ്സിനെ ഏകാഗ്രമാക്കുക, സൂക്ഷ്മമാക്കുക, ശുദ്ധമാക്കുക, അതാണ് ജാഗ്രത. അവൈക്ക് അറൈസ് അല്ല. ഉത്തിഷ്ഠത എന്ന് പറയുമ്പോൾ അറൈസ്, ജാഗ്രത എന്ന് പറയുമ്പോഴാണ് വേക്ക്. സാധാരണ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് ആദ്യം അവേക്ക് ചെയ്യുന്നു, പിന്നെ അറൈസ് ചെയ്യുന്നു. അതിന് വിരുദ്ധമായിട്ടാണ് ഉപനിഷത്ത് ഋഷി ഉപദേശിച്ചത്. റൈസ് ആൻഡ് അവേക്ക്. അപ്പോൾ അങ്ങ് സ്ഥിതിപാലന തത്പരനാണ്, അങ്ങ് സത്വമൂർത്തിയാണ്, അങ്ങയ്ക്ക് ദ്വേഷ്യമോ മത്സരമോ ഇല്ല, അങ്ങയുടെ കോപം എന്നുള്ളത് എല്ലാവരെയും പഠിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്, ദേഷം കെട്ടാണ് എന്ന് സ്തുതിക്കുകയാണ്. നമസ്തേ സർവഭൂതാത്മൻ സർവശക്തിധരാവ്യയ വിശ്വകർമ്മൻ നമസ്തേസ്തു ത്വാം വയം ശരണം ഗതാഃ. നമസ്തേ സർവഭൂതാത്മൻ സർവശക്തിധരാവ്യയ വിശ്വകർമ്മൻ നമസ്തേസ്തു ത്വാം വയം ശരണം ഗതാഃ. വീണ്ടും നമസ്കരിക്കുന്നു. സർവഭൂതാത്മൻ സകലഭൂതങ്ങളുടെയും ആത്മാവായിരിക്കുന്നവനെ, സർവശക്തിധരാ സകല ശക്തികളെയും ധരിച്ചിരിക്കുന്നവനെ, അവ്യയ നാശരഹിതനായിരിക്കുന്നവനെ, വികാരരഹിതനായിരിക്കുന്നവനെ, വിശ്വകർമ്മൻ എല്ലാ സർവകർമ്മങ്ങളും ചെയ്യുന്നവനെ. വിശ്വകർമ്മൻ എന്ന് പറഞ്ഞാൽ വിശ്വം എന്നുള്ളതിന് സർവം എന്നർത്ഥമുണ്ട്. വിശ്വത്തെ ചെയ്യുന്നവനെന്നും സർവകർമ്മങ്ങളെ ചെയ്യുന്നവനെന്നും വിശ്വകർമ്മൻ എന്നർത്ഥം. അപ്പൊ സർവകർമ്മങ്ങളും നടത്തുന്നവനെ, തേ നമഃ അസ്തു അങ്ങേക്ക് നമസ്കാരം ഭവിക്കട്ടെ, ത്വാം വയം ശരണം ഗതാഃ അങ്ങയെ ഞങ്ങളിതാ ശരണം പ്രാപിച്ചിരിക്കുന്നു,
ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളുടെ അപരാധം പൊറുക്കണമേ, ഞങ്ങൾ ചെയ്ത ധാർഷ്ട്യത്തെ പൊറുത്ത് ഞങ്ങളെ ശിക്ഷിക്കാതിരിക്കണമേ. ഇങ്ങനെയുള്ള പ്രാർത്ഥന ചെയ്ത് നമസ്കരിച്ചു എന്ന് എല്ലാവരും ഭയപ്പെട്ടുകൊണ്ട് നമസ്കരിച്ചു. അത് ചെയ്തപ്പോഴോ ഭഗവാൻ എന്ത് ചെയ്തു എന്ന് ശ്രീ ശുകബ്രഹ്മർഷി തുടരുന്നു. ശ്രീ ശുകൗവാച ഏവം പ്രപന്നൈ സംവിഘ്നൈ വേപമാനായ നൈർബലഃ പ്രസാദിത സുപ്രസന്നോ മാ ബൈഷ്ടേത്യഭയം ദദൗ. ശ്രീ ശുകൗവാച ഏവം പ്രപന്നൈ സംവിഘ്നൈ വേപമാനായ നൈർബലഃ പ്രസാദിത സുപ്രസന്നോ മാ ബൈഷ്ടേത്യഭയം ദദൗ. ബലരാമസ്വാമി ക്ഷിപ്രപ്രസാദിയുമാണ്. അതുകൊണ്ട് ഏവം പ്രപന്നൈഹി സംവിഘ്നൈഹി വേപമാനായനൈഹി പ്രസാദിതഃ സുപ്രസന്നഃ ബലഃ മാ ബൈഷ്ട ഇതി അഭയം ദദൗ. അപ്പോൾ ബലഃ അഭയം ദദൗ, അഭയത്തെ ദാനം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് മാ ബൈഷ്ട, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ എങ്ങനെയായിട്ട് ഏവം പ്രപന്നൈഹി, ഇപ്രകാരം തന്നെ ശരണം പ്രാപിച്ചവരാൽ, സംവിഘ്നൈഹി ഭയപ്പെട്ടവരാൽ, വേപമാന അയനൈഹി അവരുടെ അയനം എന്ന് പറഞ്ഞാൽ വാസസ്ഥാനം. ഏതാ വാസസ്ഥാനം? ഹസ്തിനപുരം എന്ന നഗരം. അപ്പൊ അവരുടെ അയനം തന്നെ വേപമാനം, വേപമാനമായ അയനത്തോടു കൂടിയവർ. അവരുടെ വാസസ്ഥാനം ഇളകി വിറച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഗംഗയിലേക്ക് പോകുമെന്നുള്ള മട്ടില് അങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള വാസസ്ഥാനത്തോടു കൂടിയവരായിട്ടുള്ള ഇവരാൽ, കൗരവന്മാരാൽ പ്രസാദിതഃ പ്രസാദിപ്പിക്കപ്പെട്ടവനായ ബലഃ സുപ്രസന്നഃ നല്ലതുപോലെ സുപ്രസന്നനായി, മാ ബൈഷ്ട ഡോണ്ട് വറി ഭയപ്പെടേണ്ട, ഇതി അഭയം ദദൗ എന്ന് അഭയത്തെ ദാനം ചെയ്തു. ഇതാണ് പ്രഭുക്കളുടെ സ്വഭാവം. അവര് കോപിക്കുകയും ചെയ്യും, അതേപോലെ അവരോട് ക്ഷമാപണം ചെയ്ത് അവരെ ആശ്രയിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തണുക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യും. അല്ലാതെ മറ്റു ദുഷ്ടന്മാരെ പോലെ വാശിയോടുകൂടെ വിദ്വേഷത്തോടുകൂടെ എപ്പോഴും പെരുമാറുന്നത് നല്ല ജനങ്ങളുടെ സ്വഭാവമല്ല, അത് ദുഷ്ടജനങ്ങളുടെ സ്വഭാവമാണ്. ഇപ്പൊ ഭഗവാൻ പ്രസാദിച്ചു, അഭയം കൊടുത്തു. ശ്രീ ശുകൗവാച ഏവം പ്രപന്നൈ സംവിഘ്നൈ വേപമാനായ നൈർബലഃ പ്രസാദിത സുപ്രസന്നോ മാ ബൈഷ്ടേത്യഭയം ദദൗ. ദുര്യോധനഃ പാരിബർഹം കുഞ്ചരാൻ ഷഷ്ടിഹായനാൻ ദദൗ ച ദ്വാദശ ശതാനി അയുതാനി തുരംഗമാൻ രഥാനാം ഷട്സഹസ്രാണി രൗക്മാണാം സൂര്യവർച്ചസാം ദാസീനാം നിഷ്കകണ്ഠീനാം സഹസ്രം ദുഹിതൃവത്സലഃ. പ്രതിഗൃഹ്യതു തത്സർവം ഭഗവാൻ സത്വദർശവഃ സസുതഃ സസ്നുഷഃ പ്രായാത് സുഹൃദ്ഭിർ അഭിനന്ദിതഃ. ഈ 3 ശ്ലോകങ്ങളെ കൊണ്ട് ദുര്യോധനൻ ബലരാമസ്വാമിയെ ബഹുമാനിക്കുന്ന ആ രീതിയിൽ സാമ്പനും ലക്ഷ്മണയും തമ്മിലുള്ള വിവാഹം നടത്തി അവർക്ക് ധാരാളം സമ്മാനങ്ങൾ കൊടുത്ത് യാത്രയാക്കുന്നതാണ്. അപ്പോൾ ആ സമ്മാനങ്ങളെല്ലാം സ്വീകരിച്ചുകൊണ്ട് ബലരാമസ്വാമിയും സന്തുഷ്ടനായിക്കൊണ്ട് തൻ്റെ മകനായ സാമ്പനെയും മരുമകളായ സ്നുഷയായ ലക്ഷ്മണയെയും കൂട്ടിക്കൊണ്ട് മറ്റ് ബന്ധുക്കളോടും കൂടി അദ്ദേഹം തിരിച്ച് ദ്വാരകയിലേക്ക് പോകുന്നു എന്നാണ് 3 ശ്ലോകം. നമുക്ക് നോക്കാം. ദുര്യോധനഃ പാരിബർഹം കുഞ്ചരാൻ ഷഷ്ടിഹായനാൻ ദദൗ ച ദ്വാദശ ശതാനി അയുധാനി തുരംഗമാൻ. അപ്പൊ ദുര്യോധനഃ പാരിബർഹം ദദൗ. പാരിബർഹം എന്ന് പറഞ്ഞാൽ ഉപഹാരങ്ങൾ, സമ്മാനങ്ങൾ. ഇവിടെ സ്ത്രീധനം, മകളെ വിവാഹം കഴിച്ച് കൊടുക്കുമ്പോൾ മകൾക്കും മരുമകനുമായി കൊടുക്കുന്ന സമ്മാനം. അങ്ങനെയുള്ള സമ്മാനം ദദൗ, സ്ത്രീധനം നൽകി എന്നർത്ഥം. എന്തൊക്കെയാണ് സ്ത്രീധനമായി കൊടുത്തത്? കുഞ്ചരാൻ ഷഷ്ടിഹായനാൻ ദദൗ ച ദ്വാദശ ശതാനി.
ദ്വാദശ ശതാനി, ദ്വാദശം 12, ശതം 100. അപ്പോൾ 12, 100, 1200. 1200 കുഞ്ചരങ്ങൾ. കുഞ്ചരങ്ങൾ എന്ന് പറഞ്ഞാൽ ആനകൾ. അതെങ്ങനെയുള്ളത്? ഷഷ്ടിഹായനങ്ങളായ കുഞ്ചരങ്ങൾ. ഹായനം എന്നാൽ ഒരു വർഷം എന്നാണ് അർത്ഥം. 2 അയനങ്ങൾ ചേർന്നാൽ ഒരു ഹായനം. ഉത്തരായണം, ദക്ഷിണായനം 2 അയനങ്ങളെയും ചേർത്ത് പ്രയോഗിക്കുന്നതാണ് ഹായനം. അപ്പൊ സംവത്സരം എന്നർത്ഥം. 2 അയനം ചേർന്നാൽ ഒരു സംവത്സരമായി. അപ്പോൾ ഷഷ്ടി എന്ന് പറഞ്ഞാലോ 60. അപ്പൊ 60 വയസ്സുള്ള 1200 ആനകളെ കൊടുത്തു എന്നാണ്. അപ്പോൾ ആനകളുടെ ഉച്ച സ്ഥായിയായിട്ടുള്ള പ്രായമാണ് 60 എന്നുള്ളത്. കൊച്ച ആനകളെ കൊടുത്താൽ അതിനെ വളർത്തി തീറ്റിപ്പോറ്റി വലുതാക്കി കൊണ്ടുവരണം. വയസ്സന്മാരായിട്ടുള്ള ആനകളെ കൊടുത്താൽ അത് ഒന്നിനും കൊള്ളാതെയായി എപ്പോഴും രോഗങ്ങളും ക്ഷീണവുമായിട്ട് യുദ്ധത്തിലും മറ്റൊന്നും പങ്കെടുപ്പിക്കാൻ, എഴുന്നള്ളത്തിൽ പങ്കെടുപ്പിക്കാനൊന്നും അതിന് ശക്തിയില്ലാതിരിക്കും. അപ്പോൾ ഒരു ആനകളുടെ മധ്യവയസ്സ് എന്ന് പറയുന്നത് ഒരു 40-45 കഴിഞ്ഞ് ഒരു 70-80 വരയ്ക്കാണ്. അത് കഴിഞ്ഞും പിന്നെ ആനകൾ 100 വയസ്സ് വരെയൊക്കെ ചിലപ്പോൾ ജീവിച്ചിരുന്നു എന്ന് വരും. അപ്പോൾ ആനകളുടെ പീക്ക് നമുക്ക് ഉപയോഗപ്രദമായ രാജകീയമായിട്ടുള്ള അതിൻ്റെ ഭാവം, ഗജേന്ദ്രൻ എന്ന് പറയുന്നതായിട്ടുള്ള ഭാവം അപ്പോഴാണ് ആവുക. അപ്പോൾ ആ ഒരു നല്ല തികഞ്ഞ പ്രായമുള്ള യോഗ്യന്മാരായ ആനകളെ കൊടുത്തു എന്ന് സൂചിപ്പിക്കാനാണ് ഇവിടെ. എല്ലാം കൃത്യം 60 വയസ്സ് അളന്നിട്ടല്ല കൊടുക്കുന്നത്, എല്ലാവരുടെയും ഡേറ്റ് ഓഫ് ബർത്ത് നോക്കിയിട്ട്. ആ ഒരു ഉദ്ദേശ്യമാണ് ഇവിടെ പറഞ്ഞത്. പരിപക്വമായിട്ടുള്ള വളർച്ചയെത്തിയ, എഴുന്നള്ളത്തിനൊക്കെ കൊണ്ടു നടക്കാൻ പറ്റിയ, യുദ്ധങ്ങളിലും മറ്റുമൊക്കെ പങ്കെടുപ്പിക്കാൻ പറ്റിയ ശക്തന്മാരായിട്ടുള്ള ഗജേന്ദ്രന്മാരെയാണ് 1200 കൊടുത്തത്. അല്ലാതെ എന്താ പറയുക, അവയവ വൈകല്യമുള്ളതും അല്ലെ അംഗവൈകല്യമുള്ളതും പ്രായമാകാത്തതും വയസ്സായതും ഒന്നിനും കൊള്ളാത്തതുമായിട്ടുള്ള ആനകളല്ല. അപ്പോൾ അത് ഏറ്റവും ശക്തങ്ങളായതിനെ കൊടുത്തു എന്ന് പറയണം. അപ്പോൾ പിന്നീട് 12 ശതാനി എന്ന് പറഞ്ഞു. അയുതാനി തുരങ്കമ, 10,000 കുതിരകളെയും കൊടുത്തു എന്ന് വേണമെങ്കിൽ എടുക്കാം. അയുതാനി തുരങ്കമാന്ന് മാത്രം പിരിച്ചാൽ 12 ശതാനി അയുതാനി പറഞ്ഞാലോ അപ്പോൾ അത് എണ്ണം കൂടും. അവിടെ 12 ശതാനി എന്നുള്ളത് ആനകൾക്കെടുക്കുക, അയുതാനി എന്നുള്ളത് കുതിരകൾക്കെടുക്കാം. 10,000 കുതിരകളെയും കൊടുത്തു എന്നുള്ളത്. അല്ലെങ്കിൽ 1,20,000 ആവും. നമുക്ക് എന്തോ ആവട്ടെ, ഒരു വലിയ സംഖ്യ എന്നർത്ഥത്തിൽ എടുത്താൽ മതി. കുറേ കുതിരകളെയും സമ്മാനമായിട്ട് കൊടുത്തു. രഥാനാം ഷട്സഹസ്രാണി രൗക്മാണാം സൂര്യവർച്ചസാം ദാസീനാം നിഷ്കണ്ഠീനാം സഹസ്രം ദുഹിതൃവത്സലഃ. ദുഹിതൃവത്സലഃ ദുര്യോധനഃ ദദൗ പാരിബർഹം ദദൗ. മകളോട് വാത്സല്യമുള്ളവനാണ് ദുര്യോധനൻ. അദ്ദേഹം എന്തൊക്കെയാ മകൾക്ക് കൊടുത്തത്? രൗക്മാണാം സൂര്യവർച്ചസാം രഥാനാം ഷട്സഹസ്രാണി. ഷട്സഹസ്രം 1000 അല്ല 6000. ഷട്ട് 6, സഹസ്രം 1000. 6000 രഥങ്ങൾ. അത് രൗക്മങ്ങൾ എന്ന് പറഞ്ഞാൽ സ്വർണമയങ്ങളായവയും സൂര്യവർച്ചസ്സുകൾ സൂര്യകാന്തിയുള്ളവയും. ഇതൊന്നും ദുര്യോധനൻ സമ്പാദിച്ചതൊന്നുമല്ല കേട്ടോ. ഇതൊക്കെ പൂർവീകര് പാണ്ഡു മുതലായിട്ടുള്ളവരുണ്ടാക്കിയിട്ടുള്ളതാണ്. ദിഗ്വിജയം നടത്തിയത് പാണ്ഡുവാണ്. പാണ്ഡു സമ്പാദിച്ചതാണ് കൗരവ സാമ്രാജ്യത്തിലെ എല്ലാ ഐശ്വര്യവും. അപ്പോൾ വല്ലവനും സമ്പാദിച്ചതിനെടുത്ത് ദുര്യോധനൻ ദാനം ചെയ്യാൻ മിടുക്കനാണ് തൻ്റെ മകൾക്ക് വേണ്ടി. എന്തായാലും പോട്ടെ, ആ വംശത്തിൻ്റെ മൊത്തം സ്വത്തായിട്ട് അതിനെ കണ്ട് ദുര്യോധനൻ രാജകുമാരൻ, അവിടുത്തെ യുവരാജാവ് എന്നുള്ള ഇതിൽ നിൽക്കുന്നു. അദ്ദേഹം തൻ്റെ മകൾക്ക് ധാരാളം സമ്മാനങ്ങൾ കൊടുത്തു. അപ്പോൾ 6000 സ്വർണം കെട്ടിയ രഥങ്ങൾ, സൂര്യകാന്തിയുള്ളതായിട്ടുള്ള രഥങ്ങൾ. നിഷ്കണ്ഠീനാം ദാസീനാം സഹസ്രം. ദാസികൾ
ഷഡ്സഹസ്രം അല്ല ദാസീനാം സഹസ്രം 1000 ദാസികളെ കൊടുത്തു. എങ്ങനെയുള്ള ദാസികൾ? ഒന്നിനും കൊള്ളാത്ത ഉണങ്ങിയ അവശരായിട്ടുള്ള ദാസികളല്ല, നിഷ്കണ്ഠികൾ, നെക്ലേസ് കണ്ടത്തിലുള്ളവർ. നിഷ്കം എന്നാൽ നെക്ലേസ്. അപ്പോൾ കഴുത്തിൽ നല്ല സ്വർണ്ണാഭരണങ്ങളൊക്കെ ധരിച്ച് സുന്ദരികളായിരിക്കുന്ന യൗവനയുക്തകളായിരിക്കുന്ന ദാസിമാരെയും ലക്ഷ്മണയോടുകൂടെ സഹായത്തിനായിട്ട് രാജാവ് കൊടുത്തു, അല്ലെങ്കിൽ ദുര്യോധനൻ കൊടുത്തു എന്നർത്ഥം. പ്രതിഗൃഹ്യതു തത്സർവം ഭഗവാൻ സാത്വദർശഭഃ സസുതഃ സസ്നുഷഃ പ്രായാത് സുഹൃദ്ഭിർ അഭിനന്ദിതഃ. തത്സർവം പ്രതിഗൃഹ്യ, ആ അച്ഛൻ മകൾക്ക് സമാനമായി കൊടുത്തതിനെ മുഴുവൻ സ്വീകരിച്ചുകൊണ്ട് സസുതഃ സസ്നുഷഃ ഭഗവാൻ, ഇവിടെ ഭഗവാൻ ബലരാമഃ, സസുതഃ സുതേന സഹ, മകനോടുകൂടി. ഇവിടെ മകൻ എന്നാൽ ഭഗവാൻ കൃഷ്ണന്റെ മകൻ സാമ്പൻ, തന്റെ പുത്രനെ പോലെ തന്നെ വല്യച്ഛൻ. സസ്നുഷഃ, സ്നുഷ എന്നാൽ മരുമകൾ. അവ സ്നുഷയോടുകൂടിയവനുമായ ബലരാമസ്വാമി സുഹൃദ്ഭിഹി അഭിനന്ദിതഃ പ്രായാത്, ബന്ധുക്കളാൽ അഭിനന്ദിക്കപ്പെട്ട് യാനം ചെയ്തു, പ്രകർഷേണ യാനം ചെയ്തു, പ്രയാണം ചെയ്തു. ഇവിടെ ബന്ധുക്കൾ എന്ന് പറഞ്ഞാൽ ദുര്യോധനാദികൾ ഇപ്പോൾ ബന്ധുക്കളായി. അങ്ങനെ ബന്ധുക്കളായ കൗരവന്മാരാലും സന്തോഷിപ്പിക്കപ്പെട്ട് എന്നർത്ഥം. അതാണ് അഭിനന്ദിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ. അവരാൽ സന്തോഷിപ്പിക്കപ്പെട്ടുകൊണ്ട് യാത്രയാക്കി. അങ്ങനെ ബലരാമൻ കൂടെ വന്നിരുന്ന ആളുകളുമായിട്ടതാ തിരിച്ചു പോരുകയാണ്. തതഃ പ്രവിഷ്ടഃ സ്വപുരം ഹലായുധഃ സമേത്യ ബന്ധൂൻ അനുരക്തചേതസഃ ശശംസ സർവം യദുപുംഗവാനാം മധ്യേ സഭായാം കുരുഷു സ്വചേഷ്ടിതം. തതഃ പ്രവിഷ്ടഃ സ്വപുരം ഹലായുധഃ സമേത്യ ബന്ധൂൻ അനുരക്തചേതസഃ ശശംസ സർവം യദുപുംഗവാനാം മധ്യേ സഭായാം കുരുഷു സ്വചേഷ്ടിതം. തതഃ ഹലായുധഃ സ്വപുരം പ്രവിഷ്ടഃ. അനന്തരം ഹലായുധനായ ബലരാമസ്വാമി സ്വപുരത്തിലേക്ക് പ്രവേശിച്ചു, ദ്വാരകയിലേക്ക് വന്നു. അനുരക്തചേതസഃ ബന്ധൂൻ സമേത്യ, തന്നോട് അനുരാഗമുള്ള മനസ്സോടുകൂടിയ ബന്ധുക്കളെ പ്രാപിച്ചിട്ട്. അപ്പോൾ ബലരാമസ്വാമി വിജയിയായിട്ട് വരുന്ന കണ്ടപ്പോഴേക്കും എല്ലാവർക്കും ബലരാമസ്വാമിയുടെ ഒന്നുകൂടെ ആദരവ് കൂടി, ഒന്നുകൂടെ സ്നേഹം കൂടി. ഓ, പോയ കാര്യം സാധിച്ചിട്ട് വരണു എന്നുള്ള സന്തോഷം. അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പിന്നീട് പറയാൻ പോകുന്നേ ഉള്ളൂ, എന്നാലും അത് ബലരാമസ്വാമിയുടെ വിജയം തന്നെയാണ് തീർച്ച. അപ്പോൾ അതുകൊണ്ട് ബലരാമസ്വാമിയെ എല്ലാവരും ബഹുമാനത്തോടെ സ്നേഹത്തോടെ സ്വീകരിക്കുന്നു. അനുരക്തചേതസഃ ബന്ധൂൻ സമേത്യ, ബന്ധുക്കളെ പ്രാപിച്ച് യദുപുംഗവാനാം സഭായാം മധ്യേ കുരുഷു സർവം സ്വചേഷ്ടിതം ശശംസ. യദുപുംഗവാനാം സഭായാം മധ്യേ, യാദവശ്രേഷ്ഠന്മാരുടെ ആ സുധർമ്മ എന്ന സഭയിൽ വെച്ച്, രാജധാനിയിൽ വെച്ച് ആ സഭ കൂടിയതിനു ശേഷം പോയ കാര്യങ്ങളെല്ലാം വിശദമായി വർണ്ണിച്ചു എന്നാണ്. എന്താണ്? സഭായാം മധ്യേ കുരുഷു സർവം സ്വചേഷ്ടിതം ശശംസ. കുരുഷു എന്ന് പറഞ്ഞാൽ കൗരവന്മാരുടെ നേർക്ക്, കൗരവന്മാരിൽ താൻ എന്തൊക്കെ ചെയ്തു, അവരെ എങ്ങനെ ഭയപ്പെടുത്തി എന്നുള്ള ആ കഥയെ, അവരാദ്യം ചെയ്ത കാര്യങ്ങളെയും തിരിച്ചങ്ങോട്ട് പറഞ്ഞ കാര്യങ്ങളെയൊക്കെ ശശംസ നന്നായി അവതരിപ്പിച്ചു എന്നർത്ഥം. അപ്പോൾ അവിടെ നടന്ന കഥകളൊക്കെ ബലരാമസ്വാമി ഉള്ളതുപോലെ ഇവിടെ വന്ന് അവതരിപ്പിച്ചു. അദ്യാപിചപുരം ഹേതത് സൂചയത് രാമവിക്രമം സമുന്നതം ദക്ഷിണതോ ഗന്ധും യാം അനുദൃശ്യത്തെ. അദ്യാപിചപുരം ഹേതത് സൂചയത് രാമവിക്രമം സമുന്നതം ദക്ഷിണതോ ഗന്ധും യാം അനുദൃശ്യത്തെ. അപ്പോ ഏതത് പുരം, ആ ഹസ്തിനപുരം രാമവിക്രമം സൂചയത്, ഈ രാമന്റെ പരാക്രമത്തെ സൂചിപ്പിച്ചുകൊണ്ട് സ്മാരകമായിട്ട് യാം അനുഗന്ധും ദക്ഷിണതഃ സമുന്നതം അനുദൃശ്യത്തെ. യാം എന്ന് പറഞ്ഞാൽ ഏതൊരു ഗംഗാനദിയെ അനുഗന്ധും അനുഗമിക്കാനായിക്കൊണ്ട് ഗംഗയുടെ പുറകെ പോകുന്നത് പോലെ ദക്ഷിണതഃ സമുന്നതം, തെക്ക് ഭാഗം കൊണ്ട് ഉയർന്നതായിട്ട് അനുദൃശ്യത ഇപ്പോഴും കാണുന്നു എന്നർത്ഥം.
അപ്പോൾ ഹസ്തിനപുരത്തെ കലപ്പ കൊണ്ട് പുഴക്കിയെടുത്ത ഭാഗം, അതാണ് ദക്ഷിണഭാഗം. ആ ദക്ഷിണഭാഗം ഇപ്പോഴും പൊങ്ങി തന്നെ ഗംഗയിലേക്ക് ചരിഞ്ഞുകൊണ്ട് വീഴാൻ പോകുന്ന പോലെ ഉള്ള ഭാവത്തിൽ ഇപ്പോഴും നിൽക്കുന്നു എന്നാണ്. എന്തായാലും ആ ഹസ്തിനപുരം പോയി കഴിഞ്ഞാൽ ഇപ്പോഴും അതുപോലെ നിൽക്കുന്നു, ഗംഗയിലേക്ക് ചരിഞ്ഞുകൊണ്ട്. ഡൽഹിയല്ല, ഹരിയാന ആ ഭാഗത്തോ എവിടെയാണ് വരുന്നത് ഹസ്തിനപുരം. കുരുക്ഷേത്രമൊക്കെ ഹരിയാനയിലാണ്. ഡൽഹി ഇന്ദ്രപ്രസ്ഥമാണ്. അവിടെ യമുനയാണുള്ളത്, ഗംഗ മുകളിലാണ്. ഗംഗ ആ വഴിക്ക് പോകും. ഹരിയാന, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് ആ വഴിക്കുള്ളതാണ് ഗംഗ. അപ്പോൾ ആ ഭാഗത്താണ് ഹസ്തിനപുരം, കുരുക്ഷേത്രമൊക്കെ ഉള്ളത്. രാജസ്ഥാൻ, ഹരിയാന ആ ഭാഗം. അപ്പോൾ ഇപ്പോഴും പൊങ്ങി നിൽക്കുന്നു. ഹസ്തിനപുരത്തിൻ്റെ ഇപ്പോഴത്തെ പേരെന്താണെന്നും ഏത് പട്ടണമാണെന്നും ഞാൻ നോട്ട് ചെയ്തിട്ടില്ല. ആർക്കെങ്കിലും അറിയുമെങ്കിൽ പറയാം. കുരുക്ഷേത്രം ഹരിയാനയിലാണ്, പുഷ്കർ രാജസ്ഥാനിലാണ്. അതൊക്കെ അടുത്തടുത്തുള്ളതായിട്ടുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ ഇന്നും തെക്ക് ഭാഗം പൊങ്ങിക്കൊണ്ട് ഹസ്തിനപുരം ഉയർന്നു നിൽക്കുകയാണ്, ഗംഗയിലേക്ക് ഒഴുകിപ്പോകാൻ പോലെ. ബലരാമസ്വാമിയുടെ പരാക്രമം ഇന്നും സ്മാരകമായിട്ട് അവിടെ ഉണ്ട് എന്ന് സൂചിപ്പിക്കുകയാണ്. ഇങ്ങനെ ബലദേവ വിജയം, ഹസ്തിനപുര വിജയം എന്നുള്ള കഥ ഇവിടെ സമർപ്പിക്കുകയാണ്. ഹരി ഓം. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ ഹസ്തിനാപുരാകർഷണ രൂപ സംഘർഷണ വിജയോ നാമ അഷ്ടഷഷ്ടിതമോധ്യായഃ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ആവണം, മീററ്റിൻ്റെ പ്രദേശങ്ങളായിരിക്കണം. ആവാൻ വഴിയുണ്ട്, ആ ദേശങ്ങളാണ്. നോക്കിയിട്ട് പറയാം, ഓർമ്മ വയ്ക്കാം. ഹരിയോ. ഈ ദേശങ്ങളുടെയൊക്കെ പേരുകൾ മാറ്റിയില്ലേ കാലം കൊണ്ട്. മുഗളന്മാർ വന്ന് പല ദേശങ്ങളുടെയും പേരൊക്കെ മാറ്റി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തിരിച്ചറിയാൻ പ്രയാസമായി. അതിന് മീററ്റ് ആവാൻ വഴിയുണ്ട്, നോക്കാം. മീററ്റിൻ്റെ പഴയ പേരെന്താണെന്ന് കണ്ടുപിടിച്ചാൽ മതി. മീററ്റ് എന്നുള്ളത് മുഗളന്മാരിട്ട പേരാണ്. അപ്പം ഇനി എന്താ പറയുക, അടുത്ത ക്ലാസ് ഭഗവാന്റെ ഗാർഹസ്ഥ്യ ദർശനം. നാരദൻ വന്ന് ഭഗവാന്റെ ഗാർഹസ്ഥ്യത്തെ ദർശിക്കുന്നതാണ് അടുത്ത അധ്യായം. വളരെ രസകരമാണ്, മിസ് ചെയ്യരുത്. ഇന്ന് വൈകുന്നേരം ഇവിടെ ഉണ്ടെങ്കിൽ ക്ലാസ് ഉണ്ടാകും. ഒന്ന് പുറത്തേക്ക് പോവുകയാണ്, കുറച്ച് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നാൽ നോക്കിയിട്ട് പറയാം. വൈകുന്നേരം ശ്രദ്ധിച്ചോളൂ ക്ലാസ് ഉണ്ടോ എന്ന്. അറിയോ. എല്ലാവർക്കും ശുഭദിനം.